യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 18 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചായിരുന്നു. നമുക്ക് കർത്താവിലേക്ക് നോക്കി ഒരു വാക്കുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ മതത്തിലുള്ളവനെ ഓർത്ത് സ്തുതിക്കുന്നു. അവിടുന്ന് ശിഷ്യന്മാരുടെ മതത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ മാറ്റമില്ലാത്തവനായ, ഉയർത്തെഴുന്നേറ്റവനായ, സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്തവനായ കർത്താവിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ ഇന്നും ഞങ്ങളുടെ മധ്യത്തിലുള്ളവനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നും അനന്യനായതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ കർത്താവെ, പുനരുദ്ധാനം ചെയ്ത ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ മുമ്പാകെ ഞങ്ങള് സാഷ്ടാംഗം വീണ്ടും വണങ്ങുന്നു. ഞങ്ങളതിനെ ഒരു 0 ആയിട്ട് താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവ്, ഒരു വട്ടപൂജ്യമായിട്ട്, ഒരു 0 ആയിട്ട്, ഒരു പൂജ്യമായിട്ട് താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടുന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിലെ കർത്താവെ, ഞങ്ങളെ ഏത് ഉദ്ദേശത്തോടു കൂടിയാണ് അവിടുന്ന് കൂട്ടി വരുത്തിയത്, അതേ ഉദ്ദേശം കർത്താവെ ഞങ്ങളിൽ നിറവേറണം. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് എന്താണോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് കേൾക്കുവാൻ, ഗ്രഹിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അവിടുത്തെ ആത്മാവും ജീവനുമാകുന്ന വചനങ്ങളെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് തന്നെ അവിടുത്തെ ആ വചനം ഞങ്ങളിലേക്ക് പ്രവഹിക്കുമ്പോൾ കർത്താവെ, ആ പരിശുദ്ധാത്മാവിന്റെ ജീവൻ ഞങ്ങളിലേക്ക് വന്ന് നിറയുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ആത്മാവിലേക്ക് വന്ന് നിറയുവാൻ തക്കവണ്ണം കർത്താവെ, ഞങ്ങളുടെ ജഡം, ഞങ്ങളുടെ സ്വയജീവൻ അതിനൊരു തടസ്സമാകാതെ വണ്ണം ഞങ്ങളെത്തിനെ, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളെ കർത്താവെ, ഞങ്ങളെത്തിനെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തുന്നു. ഞങ്ങളുടെ ഇഷ്ടം പോലെ അല്ല കർത്താവെ, അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ. കുശുവിൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ ഞങ്ങളെത്തിനെ താഴ്ത്തു ഏൽപ്പിക്കുന്നു. അവിടുത്തെ പുനഃനാമത്തെ എല്ലാത്തിലും മഹത്വപ്പെടുത്തണം. ഞങ്ങളോ കുറയണം, അവിടുന്ന് വളരണം. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 18 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 18 വാക്യങ്ങളിൽ മഗ്ദലക്കാരത്തി മറിയത്തിൻ്റെ ആ ഒരു ഭക്തി, കർത്താവിനുള്ളൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ കാര്യങ്ങൾ ചിന്തിക്കുമായിരുന്നു. ആ വാക്യങ്ങളിൽ നിന്ന് നമ്മൾ കാണാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് നീങ്ങാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവിടെ മഗ്ദലക്കാരത്തി മറിയ, അതിൻ്റെ 20-ാം അധ്യായത്തിൽ മഗ്ദലക്കാരത്തി മറിയത്തെക്കുറിച്ച് മാത്രമേ യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ മഗ്ദലക്കാരത്തി മറിയത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ വായിക്കുന്നുള്ളൂ. എന്നാൽ ബാക്കിയുള്ള സുവിശേഷങ്ങളിൽ 3 സഹോദരിമാരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ലൂക്കോസും മാർക്കോസും ഈ മത്തായിയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ഇവിടെയും മഗ്ദലക്കാരത്തി മറിയ മാത്രമല്ലായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന നമ്മൾ കാണുന്ന ഒരു കാര്യം നമ്മൾ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ച് എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ മഗ്ദലക്കാരത്തി മറിയ മാത്രമല്ല, തൻ്റെ കൂടെ വേറെ സഹോദരിമാരും ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ആ സൂചന ഉണ്ടായിരുന്നു. എന്ന് മറിയാണ് ഈ കാര്യങ്ങൾ വന്ന് യോഹന്നാനോടും പത്രോസിനോടും പറയുന്നു എന്നുള്ളത് കൊണ്ട് മറിയത്തിന്റെ കാര്യം അവിടെ എടുത്തു പറയുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മറിയത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന 2 വചനഭാഗം നമ്മളത് കണ്ടിട്ടുണ്ടോ? മറിയത്തിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില് ആ മറിയത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ യോഹന്നാൻ എന്നായിരിക്കും പറഞ്ഞെന്ന് തോന്നുന്നു. ലൂക്കോസിന്റെ സുവിശേഷം യോഹന്നാൻ 8-ാം അധ്യായത്തില് ഒരു പാപിനിയായ സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ അതിലേക്ക് വരാം. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് ആദ്യമായിട്ട് മറിയത്തിന്റെ പേരെടുത്ത് പറയുന്നത് 2-ാമത്തെ വാക്യത്തിൽ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. അവിടെ അവനോടുകൂടി 12 പേരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും. മലയാളത്തിൽ 3-ാമത്തെ വാക്യം, ഇംഗ്ലീഷിൽ 2-ാമത്തെ വാക്യം. 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരി മറിയയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസിയുടെ ഭാര്യ യോഹന്നയും ശൂസിനെയും തങ്ങളുടെ വസ്തു കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റ് പല സ്ത്രീകളും ഉണ്ടായിരുന്നു. അപ്പം പല സഹോദരിമാരും കർത്താവിനോട് കൂടി കർത്താവിനെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഈ മഗ്ദലക്കാരത്തി മറിയ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം, ആ മഗ്ദലക്കാരത്തി മറിയയെ കുറിച്ച് പറയുന്ന 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയ. അപ്പൊ കർത്താവ് ദുരാത്മാക്കളെയും വ്യാധികളെയൊക്കെ നീക്കി സൗഖ്യം വരുന്ന ചില സ്ത്രീകളും, എന്നാൽ ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ മഗ്ദലക്കാരത്തിയായിട്ടുള്ള ആ ഒരു മറിയയെ കുറിച്ച് എടുത്തു പറയുന്നത് നമ്മളിവിടെ വായിക്കുന്നത്. അതിന്റെ തൊട്ടു മുമ്പുള്ള ഭാഗം ലൂക്കോസിന് സുവിശേഷം 7-ാം അധ്യായത്തിന്റെ അവസാനം നമ്മൾ അതിന്റെ 36 മുതൽ ഒരു പാപിനിയായ സ്ത്രീ വന്ന് കർത്താവിന്റെ കാലുകളെ തന്റെ കണ്ണീര് കൊണ്ട് കഴുകുന്നതായിട്ടുള്ള രംഗമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷമാണ് മഗ്ദലക്കാരത്തി മറിയത്തെ കുറിച്ച് എടുത്തു പറയുന്നത്. അപ്പൊ ഒരുപക്ഷെ ആ സ്ത്രീ മഗ്ദലക്കാരത്തി മറിയം തന്നെ ആയിരിക്കും ഒരുപക്ഷെ അവള് ജീവിച്ചിരിക്കുന്ന ആ സമയത്ത് ഈ സുവിശേഷങ്ങൾ എഴുതുമ്പോൾ അവളുടെ ആ റെപ്യൂട്ടേഷനെ കുറിച്ച്, അവളുടെ ആ ഒരു പേരിനെ കുറിച്ച് ഒരു കളങ്കം വരാതിരിക്കാൻ അവരുടെ കൂടെയുള്ള ഒരു സഹോദരിയെ കുറിച്ച് അങ്ങനെ ആ ഒരു വിധത്തില് കാര്യങ്ങൾ എടുത്ത് പറയാതിരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ്
പാപിനിയായ സ്ത്രീയുടെ പേര് എടുത്ത് പറയാതിരുന്നതായിരിക്കാം എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അവൾക്ക് കർത്താവിനോടുള്ള ഒരു സ്നേഹം, അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്ന കർത്താവിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. നമുക്കറിയാം 7-ാം അധ്യായത്തിന്, ലൂക്കോസ് 7-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യത്തില്, ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു, അവൾ വളരെ സ്നേഹിച്ചുവല്ലോ, അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം സ്നേഹിച്ചു കിട്ടി, എത്രമാത്രം ഇളച്ചു കിട്ടി എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും നമ്മളുടെ സ്നേഹം. ഇപ്പോ നാരായണൻ പേര് സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ, പാപികളിൽ പ്രധാനിയായിരുന്ന എന്നെയും അവിടുന്ന് തേടി വന്നു എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ആ നാഗൽ സാഹിബിന് തന്നെ പാട്ട, ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഇരുവാൻ ദൈവത്തിന്റെ ഏകപുത്രൻ എനിക്കായിട്ട് പാപികളെ നേടാനായിട്ട് ഭൂവിൽ വന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞ 87-ാമത്തെ പാട്ട് നമ്മളിപ്പം പാടി. നമ്മളുടെ ജീവിതത്തെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ സ്നേഹത്തിന്റെ അളവ് എത്രമാത്രം ഉണ്ട്, കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ അളവ് അത് വർദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ ആദ്യമായിട്ട് കർത്താവ് നമ്മളെ തേടി വന്ന ആ ദിനങ്ങള്, കർത്താവിന്റെ സ്നേഹം നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞ വർഷങ്ങള്, ഇന്ന് കർത്താവിനോടുള്ള സ്നേഹം നമ്മളിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ടോ എന്നുള്ളത്, എത്രമാത്രം നമ്മളെ ഇളച്ചു കിട്ടിയവരാണ് എന്നുള്ളതിനെ കുറിച്ച്, എത്രമാത്രം ഇളച്ചു കിട്ടിയവരാണ്, എത്രമാത്രം നമ്മൾ ഫൊഗീവൺ ആണ്, എത്രമാത്രം പാപങ്ങൾ ക്ഷമിച്ചു, കർത്താവ് നമ്മുടെ പാപങ്ങൾ എത്രമാത്രം ക്ഷമിച്ചു എന്നുള്ളതിനെ കുറിച്ചൊരു ബോധം നമ്മളുടെ ഹൃദയത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനുള്ള ഒരു സ്നേഹവും വർദ്ധിച്ചു വരും. പരിശുദ്ധാത്മാവാണ് യേശു കർത്താവിനുള്ള ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നത്. എന്നാൽ ആ പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധവും തരുന്നത്. നമ്മളതാ യോഹന്നാന്റെ സുവിശേഷം 16-ന്റെ 8-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും എന്നുള്ള കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം ന്യായവിധിയെക്കുറിച്ച് ഉള്ള ബോധ്യം, നീതിയെക്കുറിച്ചുള്ള ബോധം, പാപത്തെക്കുറിച്ചുള്ള ബോധം, അതായത് യേശുവിന്റെ സ്വഭാവത്തിൽ നിന്ന് കുറഞ്ഞിട്ടുള്ളതെല്ലാം പാപമാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. പാപം എന്ന് പറയുമ്പം കൊലപാതകമോ വ്യഭിചാരമോ വലിയ കൊള്ളയോ വലിയ വലിയ ലോകക്കാര് പറയുന്ന പട്ടികയിൽപ്പെട്ട പാപം പോലെയുള്ള വലിയ വലിയ പാപങ്ങളല്ല. എന്നാൽ യഥാർത്ഥത്തിൽ യേശു കർത്താവിന്റെ സ്വഭാവത്തിന് കുറവ് വന്നിട്ടുള്ള എന്ത് ചെറിയൊരു കാര്യവും, അതിപ്പോ നമ്മളുടെ മനസ്സിലുള്ള ഒരു ഈർഷ്യ, ദേഷ്യം, ഒരു അസ്വസ്ഥത, ഒരു കയ്പ്, ഒരു അസൂയ, അല്ലെങ്കിൽ ഒരു നമ്മളുടെ മനസ്സങ്ങ് ആകുലപ്പെട്ടിരിക്കുന്നു, എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് അസ്വസ്ഥമായിട്ടിരിക്കുന്നു, നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് പരാതി, പെറുവെറുപ്പ്, ചില മനുഷ്യരെ കുറിച്ച് നമുക്ക് വല്ലാതൊരു ദേഷ്യം, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ മുമ്പാകെ അശുദ്ധമായിട്ടുള്ള കാര്യങ്ങള്, പണസ്നേഹം, മനുഷ്യമാനം തേടുന്നത്, മറ്റു മനുഷ്യർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അങ്ങനെയൊക്കെയുള്ള വസ്തുതകളോടുള്ള സ്നേഹം, ബാക്കി അങ്ങനെ നമ്മള് വചനത്തിന്റെ ആ നിലവാരത്തിലേക്ക് നോക്കുമ്പം യേശുവിന്റെ സ്വഭാവത്തില് കുറഞ്ഞിട്ടുള്ളതെല്ലാം പാപമാണ്. അപ്പം ആ പാപത്തെക്കുറിച്ച് നമുക്ക് ആരാ ബോധ്യം തരുന്നേ? പരിശുദ്ധാത്മാവ് ബോധ്യം തരുന്നേ. അപ്പൊ എത്രമാത്രം കർത്താവ് എന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു എന്നുള്ളത്, നമ്മൾ എന്തോ വലിയ ഏതാണ്ട് കൊലപാതകം ചെയ്തിട്ട് വന്നാലേ, അത്രയും വലിയ പാപം ക്ഷമിച്ചാലേ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ ഒക്കത്തുള്ളൂ എന്നുള്ളതല്ല. നമ്മളെല്ലാവരും അതുപോലെ ഒരു നന്മയില്ലാത്ത ജഡമുള്ളവരാ. അപ്പം എത്രമാത്രം കർത്താവ് നമ്മളെ പാപങ്ങളെ ക്ഷമിച്ചു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടോ? നമ്മളുടെ ആകുല ചിന്തകളോ, നമ്മളുടെ ദേഷ്യവും കയ്പും മനസ്സിലെ അസ്വസ്ഥതകളും, നമ്മളുടെ ഹൃദയത്തിന്റെ ആ ഒരു സമാധാനത്തിൽ ഒരു ചെറിയ ലാഞ്ചന വരുന്നു. അതും കർത്താവിന്റെ സന്നിധിയിൽ ഒരു പാപമാണ്. മറ്റൊരാൾ നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, മറ്റൊരാൾ നമ്മൾ ഉപകാരം ചെയ്ത ഒരാള് നമ്മളോട് നന്ദി പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, അതും ഒരു പാപമാണ്. എക്സ്പെക്ടിങ് താങ്ക്സ് ഇസ് എ സിൻ, നമ്മൾ സാഗ്ബേർന്ന് കേട്ടിട്ടുള്ളത് പോലെ. മറ്റുള്ളവർക്ക് നമ്മൾ ഇനി എത്ര നന്മ ചെയ്തിട്ടും അവര് നമ്മളോട് അതിനൊരു നന്ദിയുള്ളവരായിരിക്കണം, വാക്കുകൊണ്ടോ അവരുടെ ജീവിതം കൊണ്ടോ നന്ദിയുള്ളവരായിരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നത് പോലും പാപമാണ്. എന്ന് വെച്ചാൽ കർത്താവ് അങ്ങനെ ഒരു ഡിമാൻഡ്സ് ഒന്നും ഇല്ലായിരുന്നു യേശുവിന്. അങ്ങനെ ഒരു നിസ്വാർത്ഥമായിട്ടുള്ള ഒരു നിഗളത്തിന്റെ ഒരു ലാഞ്ചന പോലും, അഹങ്കാരത്തിന്റെ ഒരു ലാഞ്ചന പോലും തട്ടാത്ത അത്രയും വിശുദ്ധനായിട്ടുള്ള ആ ഒരു കർത്താവിന്റെ ഒരു നിർമ്മലമായിട്ടുള്ള ഒരു സ്നേഹം, ആ കർത്താവിന്റെ സ്റ്റാൻഡേർഡിൽ കുറഞ്ഞിട്ടുള്ളതെല്ലാം പാപമാണ്. അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ കർത്താവിനോട് കൂടുതൽ അടുത്തടുത്ത് വരുംതോറും പരിശുദ്ധാത്മാവ് നമുക്ക് അധികമായിട്ടുള്ള പാപത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ തരുമ്പോൾ നമ്മൾ എത്രമാത്രം ക്ഷമിക്കപ്പെട്ടവനാണെന്നുള്ളൊരു ബോധ്യം, നമ്മള് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഞാൻ കൂടുതൽ ക്ഷമിക്കപ്പെട്ടവനാണ്, കൂടുതൽ ഇളച്ചു കിട്ടിയവനാണ്. വൺ ഹു ഇസ് ഫൊർഗിവൺ മോർ. യേശു കർത്താവിന്റെ ഒരുപാട്, ഇപ്പം കൊച്ചു പിള്ളേരാണെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും ഒരു അനുസരണക്കേട് കാണിക്കുന്നു, എന്തെങ്കിലും അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അനുസരിക്കുന്നില്ല, കുറച്ചൊരു റിലക്റ്റൻസ്, കുറച്ചൊരു വിമുഖതയൊക്കെ കാണിച്ചിട്ട് അനുസരിക്കുന്നുള്ളൂ, കുറച്ചൊരു പാവമൊക്കെ കാണിച്ച്, കുറച്ചൊരു വാശി, കുറച്ചൊരു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ യേശു കർത്താവ് നമുക്ക് എന്താന്ന് കാണിച്ചു തരും. അതെല്ലാം പാപമാണ്.
യേശുവിന്റെ സ്വഭാവത്തിന് നിരക്കാത്തതെല്ലാം പാപമാണ്. നമ്മള് അനുസരണക്കേട് കാണിക്കുന്നതോ, നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുന്നത്, നമ്മള് പഠിക്കേണ്ട സമയത്ത് പഠിക്കാതിരിക്കുന്നത്, നമുക്ക് ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യാതിരിക്കുന്നത്, നമ്മൾ സമയം വേസ്റ്റ് ആക്കുന്നത്, എല്ലാം പാപം. അപ്പൊ അങ്ങനെ പാപത്തെക്കുറിച്ച് നമുക്ക് യഥാർത്ഥത്തില് കൂടുതൽ വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ടോ? സാഗ്ബേർ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയുടെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ കൂടുതൽ വെളിച്ചം കിട്ടും. ദ റിയൽ ബ്ലെസ്സിങ് ഇൻ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ക്രിസ്ത്യാനികളൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താ? അവർക്ക് കൂടുതൽ പണം കിട്ടി, കൂടുതൽ പ്രതാപം കിട്ടി, കൂടുതൽ വസ്തുവകൾ കിട്ടി. ആ കാര്യങ്ങളാ അവരെ സംബന്ധിച്ചുള്ള അനുഗ്രഹമായിട്ട് അവർ കരുതുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് എന്റെ കുറവുകളെ കുറിച്ചുള്ള ഒരു ബോധ്യം വരികയും എനിക്ക് എന്നെ കുറിച്ച് തന്നെ കൂടുതൽ വെളിച്ചം ലഭിക്കുകയും ഞാൻ യേശു കർത്താവിനെ പോലെ ആ ഒരു ആവശ്യബോധത്തിൽ ഞാൻ കർത്താവിനോട് കൂടുതലായിട്ട് അടുത്ത് വന്ന് കർത്താവിനെ പോലെ ആയിത്തീരുകയും ചെയ്യുന്ന, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. യേശുവിനെ പോലെ ആയിത്തീരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. യേശുവിനെ പോലെ ആയിത്തീരണമെങ്കിൽ എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കുറവുകളെ കുറിച്ച് എനിക്കൊരു ബോധ്യം തരണം. കർത്താവെ എന്റെ ആ ചിന്തകളിൽ, എന്റെ മനോഭാവങ്ങളിലൊക്കെ കർത്താവിനെ പോലെ ആ ഒരു പെർഫെക്ഷനിലേക്ക് ഞാൻ വന്നിട്ടില്ലല്ലോ. കർത്താവ് ജീവിച്ചതുപോലെ പിതാവ് ചെയ്ത് കാണിച്ചിരുന്ന മാത്രം ചെയ്യുന്ന ഒരു ജീവിതത്തിലേക്ക് ഞാൻ വന്നില്ലല്ലോ. കർത്താവെ അവിടുന്ന് പറയുന്നത് മാത്രം പറയാൻ തക്കവണ്ണമുള്ള ഒരു ഒരു സമർപ്പണത്തിലേക്ക് ഞാൻ ഇനി എത്തിയിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു നമ്മളുടെ ജീവിതത്തിലെ പാപത്തെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു വെളിച്ചം അധികമായിട്ട് നമ്മൾ ലഭിക്കുമ്പോഴാണ് ആ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന അതേ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക്, ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് റോമർ 5-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? ദൈവസ്നേഹം നമ്മളിൽ ആ പരിശുദ്ധാത്മാവ് തന്നെ കൊണ്ടുവന്ന് പകരുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ മറിയത്തിനെ അധികം സ്നേഹിക്കാൻ സാധിച്ചു. അന്ന് മറിയത്തിന്റെ ഉള്ളിലേക്ക് പെന്തക്കോസ്തിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളുടെ ഉള്ളിലേക്ക്, മനുഷ്യ ഹൃദയത്തിലേക്ക് വരാൻ തുടങ്ങിയത്. യേശു മനുഷ്യനായിട്ട് വന്നതിനെ ഒഴിച്ചു നിർത്തിയാൽ തിരശ്ശീല ചീന്തപ്പെട്ട് കർത്താവ് മഹാപുരോഹിതനായിട്ട്, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായിട്ട് കർത്താവ് അതിപരിശുദ്ധ സ്ഥലമായിട്ടുള്ള പിതാവിന്റെ സ്വർഗസിംഹാസനത്തിലേക്ക് താൻ തന്നെ ചിന്തിയ രക്തമായിട്ട് കർത്താവ് ആ മഹാപാപപ്രായശ്ചിത്ത ദിവസത്തിൽ മഹാപുരോഹിതൻ അവിടെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നത് പോലെ സ്വർഗസിംഹാസനത്തിലേക്ക് കർത്താവ് മഹാപുരോഹിതനായിട്ട് തന്റെ രക്തവുമായിട്ട്, താൻ തന്നെ ചിന്തിയ രക്തമായിട്ട് കടന്നുപോയതിനു ശേഷമാണ് പരിശുദ്ധാത്മാവിനെ കർത്താവ് പിതാവ് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് അയക്കുന്നത്. യേശുവിന്റെ രക്തം ചിന്തപ്പെട്ട ആ രക്തത്തിന്റെ ബേസിസിലാണ്, കർത്താവിന്റെ രക്തത്താൽ നമ്മുടെ ഹൃദയം കഴുകപ്പെട്ടതിന് ശേഷമാണ് പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചത്. എന്നാൽ നമ്മൾ യോഹന്നാൻ 20-ാം അധ്യായത്തിൽ അത് വായിക്കുമ്പോൾ ആ സമയത്ത് കർത്താവ് പുനരുദ്ധാനം ചെയ്തിട്ടുണ്ടെന്ന പിതാവിലേക്ക് കയറി പോകുന്നതേ, അസെൻഡ് ചെയ്ത് ആരോഹണം ചെയ്ത് പോകുന്നതേ ഉള്ളായിരുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് ആ നിലയിൽ അവിടെ പകരപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്വാധീനം, പരിശുദ്ധാത്മാവ് അവരുടെ മേലെ ഒരു സ്വാധീനമായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ പരിശുദ്ധാത്മ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ ഉള്ളിലായിരിക്കും എന്ന് കർത്താവ് യോഹന്നാൻ 14-ാം അധ്യായത്തിൽ പറയുന്ന ആ വാക്യമൊക്കെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഹി ഈസ് വിത്ത് യു നൗ ആൻഡ് ഹി വിൽ ബി ഇൻ യു. അത് മലയാളത്തിൽ അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ലെങ്കിലും യോഹന്നാൻ 14-ന്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ, ഇപ്പോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കാൻ പോവുകയും ചെയ്യുന്നത് കൊണ്ട്, ഇരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് ഹി വിൽ ബി ഇൻ യു, ഫ്യൂച്ചർ ടെൻസില് നിങ്ങളിൽ ഇരിക്കാൻ പോവുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പൊ അവരുടെ കൂടെ പരിശുദ്ധാത്മാവ്, യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. യേശു അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം അവരുടെ മേലുണ്ടായിരുന്നു. അപ്പൊ ആ പരിശുദ്ധാത്മാവ് മറിയത്തിലും താൻ എത്രമാത്രം തന്റെ പൂർവ്വകാല പാപങ്ങളുടെ ശുദ്ധീകരണം അവളെ മറന്നവളല്ലായിരുന്നു. അപ്പം നമ്മൾ അവിടെ കാണുന്നതെന്ന് പറഞ്ഞാല് എന്താ, 2 പത്രോസ് പിന്നീട് ലേഖനം എഴുതുമ്പോൾ 2 പത്രോസിന്റെ 2-ാമത്തെ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തില് എന്താ നമ്മൾ വായിക്കുന്നേ? ഹ്രസ്വദൃഷ്ടിയുള്ളവരെ കുറിച്ചും കുരുടന്മാരെ കുറിച്ചും ഒക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ ഓഫ്താൽമോളജിസ്റ്റ് ആയിട്ടുള്ള സുജസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഷോർട്ട് സൈറ്റും ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ, സ്പിരിച്വലി ഷോർട്ട് സൈറ്റും ബ്ലൈൻഡും ആയിട്ടുള്ള ആരെ കുറിച്ച് എന്താ പറയുന്നത്? എന്താ അതിന് 2 പത്രോസ് 1-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തിൽ അവയില്ലാത്തവനോ, അതായത് ഒരുപാട് കർത്താവിന്റെ സൽഫലങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവയൊന്നും ഇല്ലാത്തവനോ കുരുടനാകുന്നു, ആത്മീയമായിട്ട് കുരുടനാകുന്നു. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും അത്രയും. നമ്മളുടെ മുമ്പിലത്തെ പാപങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണമെന്ന് പറയുന്നില്ല, എന്നാൽ പാപങ്ങളുടെ ശുദ്ധീകരണം നമ്മൾ മറക്കരുത്.
നമ്മൾ ഞാൻ ആ പാപം ചെയ്തു പോയല്ലോ, ഞാൻ 10 വർഷം മുമ്പ് ഈ പാപം ചെയ്തല്ലോ. നമ്മുടെ പാപങ്ങൾ അസച്ച് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു കാര്യമല്ല ദൈവവചനം പറയുന്നത്. എന്നാൽ നമ്മൾ അവിടെ കൃത്യമായിട്ട് ദൈവവചനം വായിക്കുമ്പോൾ എന്താ നമ്മളോട് വായിക്കുന്നത്? 2 പത്രോസ് 1-ാം 9-ാമത്തെ വാക്യത്തില് those people are short sighted who have forgotten his purification from his former sins. ഇപ്പൊ ഫോമർ സിൻസ് നമ്മളെ ഓർത്തുകൊണ്ടിരിക്കണം എന്നുള്ളതല്ല, എന്നാൽ പൂർവ്വകാല പാപങ്ങളുടെ ശുദ്ധീകരണം. കർത്താവ് എത്രമാത്രം എന്നെ ക്ഷമിച്ചു. മഗ്ദലക്കാരത്തി മറിയത്തിന്റെ സാക്ഷ്യം പറയുവാണെങ്കിൽ എന്താ അവള് പറയുന്നത്? അയ്യോ, ഞാന് 7 ഭൂതാത്മാക്കൾ എന്റെ ഉള്ളിൽ വസിക്കുവാൻ തക്കവണ്ണം അത്രമാത്രം ഞാനൊരു പാപിനിയായ ഒരു സ്ത്രീ ആയിരുന്നു, അത്രമാത്രം അധർമ്മപരമായ ഒരു ധാർമ്മികമല്ലാത്ത ഒരു ജീവിതമായിരുന്നു എന്റെ ജീവിതം. എന്നാ ആ പൂർവ്വപാപങ്ങളെ കുറിച്ച് നമ്മളൊരു കുറ്റബോധമില്ല ആണ്ടിരിപ്പാനല്ല, മറിച്ച് അതെല്ലാം ശുദ്ധീകരിച്ച ഒരു കർത്താവാണ് എനിക്കിന്നുള്ളത്. ആ കർത്താവിനെ, ആ പൂർവ്വ പാപങ്ങളുടെ ശുദ്ധീകരണം ഞാൻ മറന്നുപോയാൽ ഞാൻ ഷോർട്ട് സൈറ്റഡ് ആയി പോകും. ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് അടുത്ത് വെച്ചാൽ കാണാനൊക്കെ, ദൂരെ ഇരിക്കുന്നത് കാണാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാല് നമ്മളെ ആത്മീയമായിട്ട് ഹ്രസ്വദൃഷ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ, അയ്യോ ആ പണം, മനുഷ്യരെന്ത് പറയുന്നു, അവരെന്ത് പറയുന്നു, നാളെ വ്യക്തതയ്ക്ക് എന്താണ്, ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് കാണാം. എന്നാൽ നിത്യതയുടെ ദൂരെയുള്ള കാര്യങ്ങള്, ദീർഘമായിട്ടുള്ള കാര്യങ്ങള്, ആ നിത്യതയിൽ ഞാൻ കർത്താവിനോട് എങ്ങനെ ആയിരിക്കുന്നത്, കർത്താവിനോടുള്ള എന്റെ ആ ഒരു സ്റ്റാൻഡിങ്, എന്റെ ഒരു നിൽപ്പ് എങ്ങനെ ഇവിടെ ഉള്ള ആ ഒരു നിത്യമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലെ കാര്യങ്ങളെ കാണുവാന്. ശരിയാണ്, ഇപ്പം വൈഫൈ ഇപ്പം ഇല്ല, അപ്പൊ സാറ് നിത്യമായിട്ടുള്ള പെർസ്പെക്റ്റീവില്, ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ്, സ്വർഗീയമായ പെർസ്പെക്റ്റീവില് ദൈവം അറിയാതെ അനുവദിക്കാതെ നമ്മളെപ്പോഴും ഒരു മുൻകൂർ ജാമ്യം പറയുന്ന പോലെ ശരിയാണ്, ചിലപ്പോൾ നമ്മുടെ സൗകര്യങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് തന്നെയും പല വീഴ്ചകളും ചില മറവികളും കാര്യങ്ങളും എല്ലാം പറ്റും. സാരമില്ല, അതൊന്നും സാരമില്ല. പക്ഷെ സ്വർഗീയമായ ഒരു വീക്ഷണകോണിൽ കൂടെ കർത്താവ് ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ചില കുറവുകളോ കാര്യങ്ങളോ ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ നിത്യമായിട്ടുള്ള ഒരു വീക്ഷണകോണിൽ കൂടെ, സ്വർഗീയമായ വീക്ഷണകോണിൽ കൂടെ കാണുന്നത്, അതാ ഒരു ദീർഘദൃഷ്ടി, ലോങ് സൈറ്റഡ്നെസ് എന്നുള്ള ആ ഒരു അർത്ഥത്തിലുള്ള ഒരു ദീർഘദൃഷ്ടിയല്ല, മറിച്ച് നിത്യമായിട്ടുള്ളൊരു ദൃഷ്ടി, നിത്യതയെ കാണുന്ന ഒരു ദൃഷ്ടി. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരിക്കലും നമ്മൾ മറന്നു പോകത്തില്ല. എന്താ, ആരും സഹായമായില്ലാതെ നമ്മൾ ആ പാട്ടിൽ പാടുന്ന പോലെ, പാരം വലഞ്ഞിടും വേളയിൽ അരുമയോടെ അരികിൽ വന്ന ആത്മനാഥൻ യേശുവം. ഞാൻ പലപ്പോഴും മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ, സാക്ഷ്യം പറയുമ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളുടെ തന്നെ സാക്ഷ്യം, മറ്റുള്ളവരോട് സുവിശേഷവും സാക്ഷ്യമൊക്കെ പറയുമ്പോൾ നമ്മളുടെ തന്നെ ഫെയ്ത്ത് സ്ട്രെങ്ത് ഉണ്ടാവും, നമ്മളുടെ തന്നെ വിശ്വാസം. ഇനിയിപ്പോ അവര് ആ വചനമൊക്കെ ഏറ്റെടുക്കുന്നില്ല എന്നുള്ള വേറെ കാര്യം, ഏറ്റെടുത്താൽ അവർക്ക് കൊള്ളാം. പക്ഷെ ഇനിയിപ്പോ അവരിനിപ്പോ ഏറ്റെടുത്തില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരോട് നമ്മളെ കർത്താവ് തേടി വന്ന ആ സാക്ഷ്യം, ഇപ്പം നിങ്ങൾ പലരും പാരമ്പര്യ സഭകളിലായിരുന്നവരുണ്ട്, അല്ലെങ്കിൽ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്. അപ്പൊ എവിടൊക്കെയാണ് നമ്മളായിരുന്നാലും നമ്മൾ ആ വന്ന വഴി മറക്കരുതെന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ ഈ മഗ്ദലക്കാരത്തി മറിയത്തിന്റെ ഭക്തിയാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ യോഹന്നാൻ 20-ാം അധ്യായത്തിൽ എന്തുകൊണ്ട് ആ മഗ്ദലക്കാരത്തിയായ മറിയത്തിന് അതുപോലെ ഒരു കർത്താവിനെ കാണുന്നിടം വരെയും അവള് അങ്ങനെ അവിടെ തന്നെ അങ്ങ് നിലയുറപ്പിച്ചതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, അവൾക്ക് കർത്താവല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു. നമ്മൾ ഇന്ന് പാടിയതുപോലെ യേശുനാഥ ഞങ്ങൾക്ക് നീയല്ലാതെ ആരും ഇല്ലെന്ന് നമ്മളെല്ലാവരും പാടും. പക്ഷെ കാര്യം വരുമ്പോൾ നമുക്ക് പല ആൾക്കാരിലേക്കും പല കാര്യങ്ങളിലേക്കും നമ്മുടെ ആശ്രയം പോകുന്നതെന്ന്. കർത്താവെ, യഥാർത്ഥത്തില് ഞാനൊരു 0, കർത്താവെ ഐ എം ജസ്റ്റ് 0, എനിക്ക് അങ്ങനല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ല. എനിക്ക് എടുത്ത് വെക്കണമെങ്കിലും കർത്താവെ കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഒന്നും പറ്റത്തില്ല. കർത്താവെ, എനിക്ക് നിത്യതയ്ക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യം പറയണമെങ്കിലോ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിലോ കർത്താവെ അങ്ങ് ബലപ്പെടുത്തിയിട്ടല്ലാതെ എനിക്കൊന്നും പറ്റത്തില്ല, ഞാൻ നിസ്സഹായനാണ്. ആ ഒരു ബോധ്യത്തില് നമ്മള് വന്ന വഴി മറക്കരുതെന്ന് പറയുമ്പം ഇതുപോലൊരു വാക്യം, ഈ പൂർവ്വകാലങ്ങളുടെ ശുദ്ധീകരണം മറക്കരുത്. നമ്മള് ഏതൊരു അവസ്ഥയിൽ നിന്ന് കർത്താവ് നമ്മൾ വിളിച്ച് വേർതിരിച്ചു. നമ്മൾ ആ പാട്ടി പാടുന്ന പോലെ, ആരും സഹായമായില്ലാതെ ഞാൻ പാരം വലഞ്ഞിടും വേളയിൽ അരുമയോടെ അരികിൽ വന്ന ആത്മനാഥൻ യേശുവം. ആ പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിന്റെ കാരണവും ആ വരികൾ ഉള്ളത് കൊണ്ട്. ഞാൻ ഈ വിശ്വാസത്തിലേക്കൊക്കെ വന്ന് അവിടെ MBBS പരിഹാരത്ത് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ CMFന്റെ ആദ്യത്തെ പണ്ടുള്ള ഒരു EUന്റെ ഒരു സോങ് ബുക്ക് അവിടെ CUവിൽ ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ ആ സോങ് ബുക്കില് ഈ പാട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ CMF പുതിയ സോങ് ബുക്ക് എല്ലാം ക്രോഡീകരിക്കുന്ന സമയത്ത്
നമ്മൾ ഈ പാട്ടിന്റെ സജഷനൊക്കെ ഞാൻ കൊടുത്തെന്ന് വിചാരം. ഇപ്പോൾ ഉള്ള സിമോന്റെ സോങ് ബുക്കിനകത്ത് അത് ഉണ്ടെന്ന എന്റെ വിശ്വാസം, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എങ്കിലും നമ്മുടെ ഇപ്പൊ എന്തായാലും പുതിയ സോങ് ബുക്കിനകത്ത് ആ പാട്ട് ഒരു ദിവസം അയച്ച് നമ്മളത് സജസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനും ശ്രീകരം കൂടെ എപ്പോഴെങ്കിലും ഒന്ന് പാടിയത് അത് യൂട്യൂബിൽ ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അത് നമ്മളുടെ പൂർവ്വകാല പാപങ്ങളുടെ ശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മള് കർത്താവ് തേടി വന്ന ആ ഒരു അവസ്ഥ, നമ്മള് യെഹെസ്കേൽ 16 അധ്യായത്തില് കർത്താവിനോടുള്ള ഒരു ആദ്യ സ്നേഹം, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് പോവാം. മഗ്ദലയുടെ കാര്യത്തിൽ മറിയ വലിയ ഭക്തയായിരുന്നു, അവള് അത് ചെയ്തു എന്നൊക്കെ നമുക്ക് പറഞ്ഞു പോവാം. എന്നാൽ നമ്മള് അവളുടെ ആ ഒരു ഭക്തി, അവളുടെ ആ ഒരു ആദ്യ സ്നേഹത്തിന്റെ ആ ഒരു തീക്ഷ്ണത നമ്മളുടെ ഹൃദയത്തിലേക്ക് ഇന്ന് വന്ന് നിറഞ്ഞ് കവിയുന്നില്ലെങ്കിൽ നമ്മളുടെ ഈ വചന പഠനമൊക്കെ വ്യർത്ഥമാണെന്നുള്ള പറയേണ്ടി വരും. യെഹെസ്കേൽ 16 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു കുഞ്ഞിനെ ചോരയില് ഒരു പിറന്നു വീണ ഒരു നവജാത ശിശു ജനിച്ച നാളില് നിന്റെ പൊക്കിൾ കൂടി മുറിച്ചില്ല. 4-ാമത്തെ വാക്യത്തില്, യെഹെസ്കേൽ 16 4-ാമത്തെ വാക്യത്തിൽ നമ്മളിതാ വായിക്കുന്നേ, നിന്റെ ജനന വസ്തുതയോ ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ കൂടി മുറിച്ചിട്ടില്ല, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല. നമ്മള് പാപത്തിൽ കുളിച്ചു കിടന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് ആലങ്കാരികമായിട്ട് അവിടെ ദൈവാത്മാവ് അന്ന് അത് യെരുശലേമിനോട് പറയുന്ന ഒരു കാര്യം, അത് ഇന്ന് നമുക്കായിട്ട് ഉള്ള ഒരു കാര്യം. ഇത് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ യഹോവയായ കർത്താവ് യെരുശലേമിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുക. അപ്പം നമ്മളാണ് ഇന്ന് ആത്മീയ യെരുശലേം. നമ്മളുടെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നു. ദൈവം നമ്മളുടെ, ചിലർ പറയും നിങ്ങളുടെ എന്തോ നന്മയൊക്കെ ചെയ്തിട്ടായിരിക്കും ദൈവം ഇന്ന് നിങ്ങളെ വിളിച്ച് വേർതിരിച്ചെന്ന്. അങ്ങനെ ഒരിക്കലും അല്ല. നമ്മളെ ഒരു നന്മയും കണ്ടിട്ടല്ല, മറിച്ച് നമുക്ക് നമ്മുടെ നന്മയൊന്നും പറയാനില്ല. കർത്താവിന്റെ കരുണ അത്രയേ ഉള്ളൂ. കർത്താവ് നമ്മുടെ പ്രവർത്തികളാലല്ല, കൃപയാലല്ലേ നിങ്ങൾ വിശ്വാസം പോലെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്നൊക്കെ നമ്മൾ എഫേസ്യർ 2:8-9 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? നമ്മളുടെ ആ ഒരു അവസ്ഥ, ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ മുറിച്ചില്ല. 4-ാമത്തെ വാക്യം, യെഹെസ്കേൽ 16 4-ാമത്തെ വാക്യം, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല, ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയതുമില്ല. ആ ഒരു നിസ്സഹായ അവസ്ഥയില്, അതായത് ഒരു കുഞ്ഞ് ആ ഒരു അവസ്ഥയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞിനൊന്നും ചെയ്യാനില്ല. നിന്നോട് മനസ്സിലിവ് തോന്നിയിട്ട്, ഇപ്പൊ നമ്മൾ വലിയ ആത്മീയമായിട്ട് നമുക്ക് വലിയ ആത്മീയ കാര്യങ്ങളും ഒക്കെ, വലിയ ജ്ഞാനവും വലിയ പരിജ്ഞാനവും വലിയ കാര്യങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ നമുക്ക് പറയാൻ കാണും. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? നിന്നോട് മനസ്സിലിവ് തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിനും നിന്നോട് കനിവുണ്ടായില്ല. അതാ, നോ ഐ ഹാഡ് കമ്പാഷൻ ഓൺ യു. ഒരു കണ്ണിനോടും, നോ ഐ ലുക്ക് വിത്ത് പിറ്റി ഓൺ യു ടു ഡു എനി ഓഫ് ദീസ് തിങ്സ് ഫോർ യു. നമ്മളുടെ വീണ്ടും ജനിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ ഒരു കണ്ണിനും ദയവ് തോന്നിയില്ല. ഒരു കണ്ണിനും ദയവ് തോന്നാതെ ആ അവസ്ഥയിലാണ് കർത്താവ് അതിലൂടെ കടന്നു പോവുകയും നമ്മളതിന്റെ 6-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നു, നീ രക്തത്തിൽ കിടന്ന് ഉരുളുന്നത് കണ്ട് നിന്നോട് നീ രക്തത്തിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്കുക എന്ന് കൽപ്പിച്ചു. ജീവിക്കുക, ലിവ്. യേശു കർത്താവ് നമ്മളോട് ജീവിക്കുക എന്ന് പറഞ്ഞു. ആ മഗ്ദലക്കാരത്തി മറിയ അതുപോലൊരു അവസ്ഥയിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ യോഹന്നാൻ 8-ാം അധ്യായത്തിൽ, ഞാൻ ലൂക്കോസ് 8-ാം അധ്യായം എന്ന് പറയാൻ വന്നപ്പം അറിയാതെ യോഹന്നാൻ 8-ാം അധ്യായം നാവിൽ വന്നത്. ശരിക്കും പറഞ്ഞാൽ യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു പാപത്തിൽ പിടിക്കപ്പെട്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സഹോദരിയെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവള് തന്നെ ആയിരിക്കാം, ഈ മഗ്ദലക്കാരത്തി മറിയ തന്നെ ആയിരിക്കാം വള്ളത്തോള് കേരളത്തിലൊരു മഹാകവി എന്നറിയപ്പെടുന്ന വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് പറയുന്ന അദ്ദേഹം ഈ മഗ്ദല മറിയത്തെ കുറിച്ചുള്ള ഒരു കാവ്യമൊക്കെ എഴുതിയപ്പോൾ ഈ ഒരു അതെല്ലാം കൂടെ ചേർത്ത് പല കാവ്യഭാവനയിലൊക്കെ ഈ യോഹന്നാൻ 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ ഒരു സ്ത്രീയും ഈ മഗ്ദലക്കാരത്തി മറിയ എന്ന വണ്ണമൊക്കെ പല കാവ്യഭാവന, പല ഗ്രന്ഥങ്ങളും ഒക്കെ പലരും ഒക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപക്ഷെ അതായിരിക്കാം നമുക്ക് നിത്യത്തിൽ ചെല്ലുമ്പോഴേ ചിലപ്പോൾ അതിന്റെ കാര്യങ്ങൾ അറിയത്തുള്ളൂ. ഒരുപക്ഷെ അവള് അങ്ങനെ പിടിക്കപ്പെട്ട് അവളെ എല്ലാരും പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ട്, അപ്പം അവളിങ്ങനെ ഏത് കല്ല് ആദ്യം ഇവിടെ എങ്ങോട്ടായിരിക്കും കല്ല് വന്ന് പതിക്കുന്നേ, ഇങ്ങനെ അല്ലാതെ ഇപ്പൊ നമ്മളെ ആരെങ്കിലും കല്ലെറിയാൻ പോവുകയാണെങ്കിൽ നമ്മളിങ്ങനെ മുഖമൊക്കെ പൊത്തി ഏത് കല്ല് ആദ്യം പതിക്കുന്നുള്ള രീതിയിൽ ഈ ചെന്നായ്ക്കളെല്ലാം കൂടെ വന്നൊരു കുഞ്ഞാടിനെ തിന്നാൻ പോകുന്ന, എനിക്ക് എന്റെ ജീവിതം ഇനി തീർന്നു, ഞാന് മരിക്കാൻ പോവുക എന്നുള്ളൊരു അവസ്ഥയിൽ അവിടെ കിടക്കുക. അവിടെ ആ നിലത്ത് അവളെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് അപമാനിതയായിട്ട്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ അവിടെ ആ സ്ത്രീയെ മാത്രമേ പുരുഷനെ അന്ന് പുരുഷാധിപത്യമുള്ള ആ സമൂഹത്തിൽ പുരുഷനെ ആരും
കൈവെക്കാൻ തുനിഞ്ഞില്ല. ഈ പാവം സ്ത്രീ അവളെ ചൂഷണം ചെയ്താണോ, ഏത് അവളുടെ ഉപജീവന മാർഗമായിട്ടാണോ, എന്തായാലും അവൾ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. എന്താ അവിടെ അവിടെ എന്താ അവള് ആരാണ് ആദ്യം കല്ലെറിയാൻ പോകുന്നേ, ഇനി ഏത് മുട്ടൻ കല്ലാണ് വന്ന് തലയിലോ തലമുണ്ടയ്ക്കോ മുതുകിനോ ഒക്കെ വന്ന് പതിക്കുന്നതെന്ന് കാത്തിരിക്കുന്ന സമയത്ത് തന്റെ ജീവിതത്തിന് നിമിഷങ്ങൾ എണ്ണപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ചില നിമിഷങ്ങൾ, അങ്ങനെയൊക്കെയുള്ള നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് മരണനിഴലിന്റെ താഴ്വര എന്നൊക്കെ സങ്കീർത്തനം 23 നമ്മൾ വായിക്കുന്നുണ്ട്. മരണം അതിന്റെ ഒരു നിഴല് നമ്മൾ താഴ്വരയെ കാണുക. ഓ മരണം ഇനി അടുത്തു, ഓ ഇനിയിപ്പോ അധികം സമയമില്ല, അങ്ങനെ തോന്നുന്ന ഒരവസ്ഥ. ഇപ്പം നമ്മളിവിടെ ആയിരിക്കുന്ന നമ്മുടെ കനകവല്ലി സിസ്റ്റർ അതുപോലെ ഒരു താഴ്വരയിൽ കൂടെ ഒക്കെ കടന്നാണ് പുനരുദ്ധാനത്തോട് ഇവിടെ വന്ന് വളരെ വളരെ സ്വസ്ഥതയോട് ഇവിടെ ആയിരിക്കുന്നത്. മരണം കഴിച്ച് അയ്യോ പോയി എല്ലാം ഇനിയിപ്പോ ഐസിയിലൊക്കെ ആയി, ഇനിയിപ്പോ എത്ര നാളുണ്ട് എന്നറിയാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ദൈവം ജീവനോടെ കൊണ്ടുവന്നു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അതായത് ഞങ്ങളവിടെ കരിഗിരിയിലെ വലിയൊരു ഞങ്ങള് സിംസി വലിയൊരു പഠിത്തമൊക്കെ കഴിഞ്ഞ് കരിഗിരി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലെപ്രസി മിഷൻ ഹോസ്പിറ്റലിൽ 3 വർഷം വർക്ക് ചെയ്തായിരുന്നു. അപ്പൊ കരിഗിരിയിലോട്ട് ഞങ്ങൾ പോകും വരും ചെയ്യുമ്പോൾ ഈ ഇതുപോലെ എന്താ പറയുന്നത്, ഈ റെയിൽവേ ക്രോസ് ഉണ്ടായിരുന്നു. റെയിൽവേ ക്രോസ്, അവിടുത്തെ റെയിൽവേ ക്രോസ് പലപ്പോഴും കേടായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതാവും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കേടാവും, അത് പൊങ്ങത്തില്ല, അത് താഴത്തില്ല. അപ്പൊ ഒരിക്കലും ഈ കാറുമായിട്ട് ഞങ്ങള് മീറ്റിങ്ങിന് പോയിട്ട് വരുമ്പോഴാണ് ഒരു ഇത് പൊങ്ങി. അപ്പൊ നമ്മുടെ കാറ് മുമ്പോട്ട് പോയി, അപ്പൊ മറ്റൊരു പൊങ്ങിട്ട് അപ്പത്തേക്ക് ആ സമയത്ത് വല്ല ട്രെയിന് കാണാൻ വന്നായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദൈവമേ ഇനിയിപ്പോ കുറച്ചാളേ ഉള്ളൂ, ഇനിയിപ്പോ കർത്താവ് ഇനി വരുന്നു, ഹിയർ വി ആർ എന്ന് പറഞ്ഞ് ഉള്ള ഒരവസ്ഥയിൽ അപ്പത്തേക്ക് പിന്നെ എന്തായാലും ദിവസം അയച്ച് ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മറ്റേ നിങ്ങളുടെ പൊങ്ങി എന്തൊക്കെയാണ് പോയി. അപ്പൊ ഒരു നിമിഷത്തേക്ക് അവര് നമ്മളുടെ ഇനിയിപ്പോ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു പോവുമോ എന്നുള്ളൊരു ആ ഒരു അവസ്ഥയിൽ ഒരു നിമിഷത്തേക്ക് നമ്മള് ഇപ്പം ചില പത്രത്തിലൊക്കെ ഇപ്പം വയനാട്ടിലൊക്കെ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഒക്കെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരുടെ ചില വീഡിയോ ഒക്കെ ഇങ്ങനെ ഈ നമ്മുടെ മാതൃഭൂമി ഓൺലൈൻ ന്യൂസിനകത്തൊക്കെ അതിന്റെ ആ വീഡിയോ കാണാം. അപ്പം അത് ആ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ കാട്ടാന ഇങ്ങനെ മുമ്പിലോട്ട് വരുന്നു, തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ വീശുന്നു, എന്തോ അത് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു. അങ്ങനെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച കുറെ പേരുടെ കാര്യം നമ്മൾ പത്രത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ തലനാരിഴയ്ക്ക് അപ്പൊ ആ ഒരു അവസ്ഥയിൽ ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഇടുപ്പൊക്കെ അങ്ങനെ നിന്ന് പോയിക്കാണ്. ഇനിയിപ്പോ കഴിഞ്ഞു, എല്ലാം തീർന്നു, എന്റെ ജീവിതത്തിലാണ്. എന്നാൽ പെട്ടെന്ന് നോക്കിയപ്പോ ജീവിതം ഇവിടെ തിരിപ്പ്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എന്താ ഇനി പറഞ്ഞു വരുന്നത് വെച്ചാൽ മഗ്ദലക്കാരത്തി മറിയം, ആ മറിയത്തിന് അതുപോലെ ഒരു അവസ്ഥയായിരുന്നു. തന്റെ ജീവിതം ഏകദേശം അവസാനിച്ചു, താനിപ്പോ മരിക്കാൻ പോവുകയാണ്. എത്ര വലിയ പാറക്കല്ലും ഉരുളങ്കല്ലും എല്ലാം കൂടെ വന്ന് താനിപ്പം ചോരയെല്ലാം ഒലിച്ച് അപമാനിതയായിട്ട് ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഒരു മരണത്തിലേക്ക് താൻ പോവുകയാണെന്ന് വിചാരിച്ച് ആ ചെന്നായ്ക്കളാകുന്ന പരീശന്മാരെല്ലാം കൂടെ തന്നെ ഇപ്പം കടിച്ചു കീറി തിന്ന് കൊന്നുകളയുന്നുള്ള ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ആരും സഹായമായില്ലാതെ ഞാൻ പാരം വരഞ്ഞിടും വേളയിൽ അരുമയോടൻ അരികിൽ വന്ന ആത്മനാഥൻ യേശുവാം. ആ യേശു കർത്താവ് പറഞ്ഞു, നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ, നിന്നെ ആരും കുറ്റം വിധിച്ചില്ലേ, ഞാനും കുറ്റം വിധിക്കുന്നില്ല, ഇനി നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് തന്നെ വിടുവിച്ച, തന്നെ ആ കരാള ഹസ്തങ്ങളിൽ നിന്ന് വിടുവിച്ച, ചെന്നായ്ക്കളുടെ ആ മരണത്തിന്റെ ഹസ്തങ്ങളിൽ നിന്ന് വിടുവിച്ച ആ കർത്താവ്, ആ സ്നേഹം, അവളുടെ ആ സ്നേഹത്തിന്റെ നിറവിൽ നിന്നായിരിക്കും ഒരുപക്ഷെ അന്നത്തെ സായങ്കാലമായിരുന്നു എന്ന് നമുക്കറിയത്തില്ല. സീമോൻ എന്ന പരീസിന്റെ ഭവനത്തില് കർത്താവ് അന്ന് അത്താഴം കഴിക്കുന്ന അന്നോ ആ ദിവസങ്ങളിൽ അത്താഴം കഴിച്ചപ്പോഴായിരിക്കും അവള് വന്ന് കർത്താവിന്റെ കാൽക്കല് വന്ന് കരച്ചിലായിട്ട് കണ്ണുനീര് വെച്ച് അവളുടെ കണ്ണുനീര് കൊണ്ട് കർത്താവിന്റെ കാല് കഴുകി അവളുടെ മുടി വെച്ച് കർത്താവിന്റെ കാല് തുടയ്ക്കുകയൊക്കെ ചെയ്ത് ആ ഒരു അതിനോട് ചേർന്നുള്ള ദിവസങ്ങൾ നടന്നതായിരിക്കാം, നമുക്കറിയത്തില്ല. അതിനുശേഷമാണ് നമ്മൾ മഗ്ദലക്കാരത്തി മറിയത്തെ കുറിച്ച് പിന്നീട് നമ്മൾ ആ ലൂക്കോസ് 8-ാം അധ്യായത്തിന് 3-4 വാക്യങ്ങൾ 2-3 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിച്ചപ്പം നമ്മൾ ഇവിടെ യെഹെസ്കേൽ 16-ാം അധ്യായത്തിലും ആ ഒരു കാര്യം നമ്മൾ വായിച്ചപ്പം കർത്താവ് നമ്മളെ തേടി വന്നില്ലായിരുന്നെങ്കിൽ, ഞാനും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു, യേശു കർത്താവ് എന്നെ തേടി വന്നില്ലായിരുന്നെങ്കിൽ, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചില്ലായിരുന്നെങ്കിൽ, ഞാൻ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ ഇന്ന് എന്തായിരുന്നേനെ എന്ന് ആലോചിക്കാൻ പോലും വയ്യ. അത്രമാത്രം വിഗ്രഹാരാധനയിലോ അതുപോലെ ഒരു ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു പോക്കിൽ എവിടെ ചെന്ന് അവസാനിച്ചിരുന്നിരിക്കും. എന്നാൽ കർത്താവ് എന്നെ തേടി വന്നതോടുകൂടി ഇന്ന് എന്റെ ജീവിതം എത്ര
സന്തോഷം കൊണ്ട് സമാധാനം കൊണ്ട് നിറഞ്ഞ ഒരു സ്വർഗീയ ജീവിതം അനുഭവിക്കാൻ കർത്താവ് സഹായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പൂർവ്വകാല പാപങ്ങളുടെ ശുദ്ധീകരണം മറക്കാത്തവളായിട്ട് നമ്മളെ ഓരോരുത്തരും കാണുവാന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മള് ഇങ്ങനൊരു വാക്യം യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. യെശയ്യാവിന്റെ പുസ്തകത്തിലെ വാക്യത്തില് നിങ്ങളെ വെട്ടിയെടുത്ത ഖനിഗർഭത്തിലേക്ക് നോക്കുക എന്ന് പറയുന്ന ഒരു വാക്യം 51 അധ്യായത്തിന്റെ 1 വാക്യത്തില്, നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക്. നമ്മളെ എവിടെ നിന്നാണ് വെട്ടിയെടുത്തേ? അതായത് നമ്മൾ പലപ്പോഴും ആത്മീയമായിട്ടുള്ള നിഗളം എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാല്, ആത്മീയ നിഗളം ദൈവമക്കളുടെ വലിയൊരു ശത്രുവാണ്, ഏറ്റവും വലിയൊരു തടസ്സമാണ്. നമ്മളുടെ ആത്മീയ വളർച്ചയ്ക്ക് വലിയൊരു തടസ്സമാണ് ഈ ആത്മീയ നിഗളം. എന്ന് വെച്ചാൽ നമ്മള് നമുക്കറിയാം ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു, മറ്റുള്ളവർ നമ്മളെ മാനിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വരും. നമ്മളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ തടസ്സം എന്ന് പറയാം നമ്മളുടെ ആത്മീയ നിഗളം. എന്ന് വെച്ചാല് നമ്മളുടെ ആത്മീയതയെ കുറിച്ച് തന്നെ നമുക്കൊരു മതിപ്പോടെ ഞാന് മറ്റവരെക്കാട്ടിലൊക്കെ കുറച്ച് ഭേദമാണ്, ഞാൻ കുറച്ചുകൂടെ വലിയ ഹോൾ ഹാർട്ടഡ് ആണ്, ബാക്കിയുള്ള സഭയിലുള്ള വിശ്വാസികളെക്കാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ തന്നെ ഇന്ന വിശ്വാസികളെക്കാട്ടിലൊക്കെ ഞാൻ വളരെ തീക്ഷ്ണതയുള്ള ആളാണ്. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു ഞാൻ അത്ര മോശക്കാരനൊന്നും അല്ല എന്നുള്ളൊരു, ഞാൻ അത്ര വലിയ പാപിയൊന്നുമില്ല, അവരെ പോലെ ഞാൻ അത്ര സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരൊന്നും അല്ല, ഞാൻ കുറച്ചുകൂടെ ദൈവം എന്നെ ഇന്ന കാര്യം, ഞാൻ ഇത്രയൊക്കെ എനിക്ക് വചനം അറിയാം, ഇത്രയൊക്കെ ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ട്, ഇത്രയൊക്കെ നമ്മളെ കുറിച്ച് തന്നെ ഒരു ഹൈ തോട്ട്സ്, നമ്മളെ കുറിച്ച് തന്നെ ഒരു ഉന്നത ചിന്തകൾ നമ്മളിലേക്ക് കൊണ്ടിടാൻ പിശാചെപ്പോഴും പിശാചെപ്പോഴും ശ്രമിക്കുന്നത് വെച്ചാൽ അവനറിയാം അവൻ വീണത് ഈ ഉന്നത ചിന്ത കാരണം. അപ്പം നമ്മളെയും കൂടെ അതിനകത്തോട്ട് വീഴ്പ്പിച്ചാല് എങ്ങനെയെങ്കിലും അവനെ കുറച്ച് കൂട്ടുകാരായി. എന്നുവെച്ചാൽ നമ്മള് മത്തായി 25 അധ്യായത്തിൽ ഈ തീപ്പൊയ്ക്ക് ആർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളിവിടെ യെശയ്യാവ് 51 വിരലുണ്ട്. അവിടെ മത്തായി 25 അധ്യായത്തില് കർത്താവ് ആടുകളുടെയും കോലാടുകളുടെയൊക്കെ ഷീപ്പ് ആൻഡ് ഗോഡ്സിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ചെമ്മരി ആടുകളുടെയും കോലാടുകളുടെ ഉദാഹരണം മത്തായി 25-31 മുതൽ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ 41 വാക്യത്തില് പറയുന്നുണ്ട്, പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് അതാ നമ്മളവിടെ യെശയ്യാവ് 51 അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നേ, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. കർത്താവ് നമ്മളെ ഏതൊരവസ്ഥയിൽ നിന്നാ കർത്താവ് നമ്മളെ കോരിയെടുത്തേ. കർത്താവ് നമ്മൾ ഒരു പാട്ടിൽ പാടുന്ന പോലെ അൻപു നിറഞ്ഞ പൊന്നേശുവി എന്നുള്ള ആ പാട്ടിനകത്ത് അർത്ഥപ്രാണനായിരുന്നവന്, ശരിക്കും പറഞ്ഞാൽ അർത്ഥപ്രാണൻ പോലും ഇല്ല, അർത്ഥപ്രാണം എന്ന് പറഞ്ഞാൽ പകുതി ജീവനുണ്ടെന്ന്, ശരിക്കും പറഞ്ഞാൽ മൃതപ്രാണനായിരുന്നവനെ എന്നാണ് അത് ശരിക്കും പാടാന്. ഞാൻ അർത്ഥപ്രാണനായിരുന്നവരെന്നെ നീ കൃപ ചെയ്തതാല് ഞാൻ എന്നും നിനക്ക് വേണ്ടി പാടും എന്നൊക്കെ നമ്മൾ ആ പാട്ടിലൊക്കെ നമ്മൾ പാടുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മഗ്ദലക്കാരത്തി മറിയയുടെ ഒരു ആദ്യ സ്നേഹത്തിലേക്ക് വരുവാന് നമ്മളെ ദൈവം ഏതെല്ലാം ഇടത്തു നിന്നൊക്കെ രക്ഷിച്ചു എന്നുള്ളൊരു കാര്യം നമ്മളപ്പോ ലൂക്കോസ് 8:2 നമ്മൾ കണ്ടു. പിന്നെ മർക്കോസിന് 16-9 വാക്യത്തിലും ഇതേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. മർക്കോസ് 16 അധ്യായത്തിലും അതും പുനരുദ്ധാനത്തിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് തന്നെ അവിടെ മർക്കോസ് പത്രോസിന്റെ ശിഷ്യനായ മർക്കോസ് സുവിശേഷം എഴുതുമ്പോൾ ഈ മഗ്ദലക്കാരത്തി മറിയത്തിന്റെ കാര്യം അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? 16 അധ്യായത്തിന്റെ 9 വാക്യത്തില് അവൻ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റ് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ആദ്യം കർത്താവിന്റെ ഫസ്റ്റ് വിറ്റ്നസ് ആകുവാനായിട്ട് കർത്താവ് ഒരു സഹോദരിയെ തെരഞ്ഞെടുത്തു. ശരിക്കും എന്താണ് പറയുന്നേ, അന്ന് യഹൂദന്മാരുടെ ഇടയിലൊക്കെ സ്ത്രീകളുടെ വിറ്റ്നസ് അത്ര വലിയൊരു അന്നത്തെ അവരുടെ നിയമസമ്പ്രദായത്തില് സഹോദരിമാരുടെ സാക്ഷ്യം അത്ര വിലയുള്ളതായിട്ട് അന്നത്തെ യഹൂദ സമ്പ്രദായം ഒന്നും കാണുന്നില്ലായിരുന്നു. എന്നു വെച്ചാല് ഒരു കോർട്ട് ഓഫ് ലോയിൽ അവരുടെ നിയമത്തിന്റെ ആ ഒരു നിയമക്കോട്ടില് സഹോദരിമാര് സ്ത്രീകൾ വന്ന് എന്തെങ്കിലുമൊക്കെ സാക്ഷ്യം പറഞ്ഞാൽ അത്ര വിലയുള്ളതായിട്ട് അവര് കാണത്തില്ലായിരുന്നു. അപ്പോ എന്നാൽ യേശു കർത്താവ് അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് തന്നെ ഫസ്റ്റ് വിറ്റ്നസ് ആകുവാനായിട്ട്, തന്റെ ഏറ്റവും ആദ്യത്തെ സാക്ഷിയാകാനായിട്ട് ഒരു സഹോദരിയെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മള് സഹോദരിമാർക്കെല്ലാം ഏറ്റവും അഭിമാനിക്കാവുന്ന ഏറ്റവും ഉത്സാഹം പകരുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല അതിന്റെ വേറൊരു രസം എന്ന് പറഞ്ഞാല് ഇതിനെയൊക്കെ ഏതോ സെൽസസ് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഒരു നൂറ്റാണ്ടില് 2-ാം നൂറ്റാണ്ടിലോ മറ്റോ ഉള്ള ഒരു ആന്റി ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു മനുഷ്യന് ഇതിനെക്കുറിച്ചൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ചൊക്കെ എഴുതുമ്പോൾ ഏതോ ഒരു ഹിസ്റ്റോറിക്കൽ വുമന്റെ ഏതോ ഒരു ഹാലുസിനേഷൻ മാതിരിയുള്ള ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലയിലൊക്കെ കർത്താവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് പറയുമ്പോൾ, പക്ഷെ അതിനൊരു മറുവശം എന്ന് പറഞ്ഞാല്
ഇപ്പൊ യഥാർത്ഥത്തിൽ ഇത് ഈ കർത്താവിന്റെ പുനരുദ്ധാനം ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആയിട്ട് ആരോ ഇങ്ങനെ മെനഞ്ഞുണ്ടാക്കിയ ഒരു കഥയായിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ഒരു കഥ മെനഞ്ഞുണ്ടാക്കുമ്പോൾ ഫുൾ പ്രൂഫ് ആയിട്ട് വേണമല്ലോ മെനഞ്ഞുണ്ടാക്കാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീ ആദ്യം കണ്ടു എന്നുള്ള കാര്യം അവർ പറയേണ്ട ഒരു കാര്യമില്ല. ഏറ്റവും പത്രോസ് കണ്ടു, അല്ലെങ്കിൽ യോഹന്നാൻ കണ്ടു, അല്ലെങ്കിൽ അതുപോലെ വലിയ കൗൺസിൽ മെമ്പർ ആയിട്ടുള്ള അരമത്തി യോസഫ് കണ്ടു, നിക്കോദമസ് കണ്ടു എന്നോ, അല്ലെങ്കിൽ അതുപോലെ അവരിനിപ്പോ ഒരു ചമച്ചുണ്ടാക്കി കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കഥ നമുക്ക് ദൈവമക്കളായിട്ടുള്ള നമുക്ക് അറിയാതിനൊന്നും കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയൊന്നും അല്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ വിമർശകരായിട്ടുള്ള പല ആൾക്കാരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുവാണെങ്കിൽ തന്നെ യഥാർത്ഥത്തിൽ മഗ്ദലന കാര്യത്തിൽ മറിയം കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു നാച്ചുറാലിറ്റി, അതിനകത്തൊരു ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ അതൊരു കെട്ടുകഥ ഉണ്ടാക്കി പറഞ്ഞുണ്ടാക്കിയ ഒരു കാര്യമല്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള അതിന്റെ ഒരു വിശ്വാസ്യത കൂട്ടുന്ന ഒരു കാര്യമായിട്ട് നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, യോഹന്നാൻ 20 അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ യോഹന്നാൻ 19 അധ്യായത്തിൽ നമ്മൾ കണ്ടു നിക്കോദമസ് ഒത്തിരി സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കർത്താവിനെ പൂശിയായിരുന്നു. എന്നാൽ പിന്നീട് എന്തോത്തിനാ ഈ സഹോദരിമാരും കൂടെ സുഗന്ധദ്രവ്യങ്ങൾ പൂശാനായിട്ട് രാവിലെ ചെല്ലുന്നതെന്ന് ചോദിച്ചാൽ നമ്മളത് കണ്ടായിരുന്നു. ബാക്കിയുള്ള സുവിശേഷങ്ങളിൽ ഓൾമോസ്റ്റ് അങ്ങനെ ശബ്ദത്ത് തുടങ്ങാറായിരുന്നു. അതുകൊണ്ട് താൻ കൊണ്ടുവന്ന സുഗന്ധദ്രവ്യങ്ങളെല്ലാം നിക്കോദമസിന് ഉപയോഗിക്കാൻ സാധിച്ചിരുന്നോ നമുക്ക് അറിയത്തില്ല. അപ്പം ഇവരും കൂടെ വന്ന് അത് വീണ്ടും മൃതശരീരത്തില്, കർത്താവിന്റെ ആ ശരീരത്തില് വീണ്ടും സുഗന്ധദ്രവ്യങ്ങൾ പൂശാനായിട്ട് അവർ വന്നേന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നേ. അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ ആ യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായത്തില് നമ്മള് വീണ്ടും കണ്ട ഒരു പ്രയോഗം നമ്മൾ കണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മളത് ശ്രദ്ധിച്ചായിരുന്നു. അവിടെ നമ്മൾ എന്താ എഴുതിയത്? 2-ാമത്തെ വാക്യത്തില്, യോഹന്നാൻ 20 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ യേശുവിനെ പ്രിയനായ മറ്റ് ശിഷ്യന്റെ അടുക്കൽ, യേശുവിന്റെ ബാക്കിയുള്ള ഇടത്തൊക്കെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ യേശുവിന് പ്രിയനായ ശിഷ്യൻ. ബാക്കിയുള്ള ഇടത്തൊക്കെ അഗപ്പാവോ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ ഫിലിയോ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആ 2 വാക്കും യോഹന്നാൻ തന്നെ കുറിച്ച് അവിടെ എല്ലാം യേശു സ്നേഹിച്ച് ശിഷ്യൻ എഴുതിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ സിമിലർ ആയിട്ടുള്ളൊരു വാക്ക് യേശുവിന് പ്രിയനായ ശിഷ്യൻ, അഗപ്പാവോ ഫിലിയോ എന്നുള്ള 2 ഗ്രീക്ക് പദങ്ങൾ അവിടെ ഉപയോഗിച്ചു എന്നുള്ള ഒരു കാര്യം നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. തന്റെ ആ ഒരു അസ്തിത്വമായിട്ട് യോഹന്നാൻ മറഞ്ഞിരിക്കുന്ന ആ ഒരു യോഹന്നാനെ കുറിച്ച് നമ്മൾ അവിടെ കാണുന്നുണ്ടായിരുന്നു. ഈവൻ യോഹന്നാൻ 19 അധ്യായത്തിലും അവിടെ അമ്മയെ ഏൽപ്പിക്കുന്ന സമയത്തും യോഹന്നാൻ 19:26 നമ്മളത് കണ്ടു, ദ ഡിസൈപ്പിൾ ഹൂം ജീസസ് ലവ്ഡ്. അപ്പം ആ ഒരു തന്റെ ഐഡന്റിറ്റി ആയിട്ട് യോഹന്നാൻ കണ്ട ഒരു കാര്യം നമുക്കും പരിശുദ്ധാത്മാവ് നമ്മളുടെ ഒരു ഡീപ്പർ ആയിട്ടുള്ള ഐഡന്റിറ്റി ആയിട്ട് നമ്മളെ കുറിച്ച്, നമ്മൾ ഇന്ന ആളാണ്, ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ഇന്ന പൊസിഷനാണ് സമൂഹത്തില് എന്നൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് പലപ്പോഴും ഒരു പുകഴ്ച വരാനൊരു സാധ്യതയുള്ള ഒരു ജഡമാണ് നമുക്കുള്ളത്. ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പഠിത്തമുണ്ട്, ഞാൻ എന്റെ ജോലി ഇതാണ്, ഞാൻ ഇന്ന ആളുടെ വീട്ടിലാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തു നിന്നാണ്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിൽ, വ്യർത്ഥമായിട്ടുള്ള പല കാര്യങ്ങളിലൊക്കെ നമ്മളെ പ്രശംസിക്കുമ്പം യഥാർത്ഥത്തിൽ യോഹന്നാൻ നമുക്കൊരു നല്ല മുൻമാതൃകയായിട്ടുള്ള ഒരു സഹോദരന. അവന്റെ പ്രശംസ എന്താ? യേശു സ്നേഹിച്ച ഒരു ശിഷ്യനാണ് ഞാൻ. അവനെ സ്വന്തം പേര് പോലും എടുത്ത് പറയാതെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നുള്ള ആ ഒരു വിളിപ്പേരിൽ അങ്ങ് മറഞ്ഞിരിക്കുന്ന, പിളർന്ന പാറയിൽ മറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ യോഹന്നാന്റെ ആ ഒരു താഴ്മ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഏറ്റവും വലിയ അപ്പോസ്തലനാണ്. അതും യോഹന്നാന്റെ സുവിശേഷവും വെളിപാട് പുസ്തകമൊക്കെ എഴുതുന്നത് 90 AD ശേഷമാണ് എഴുതപ്പെടുന്നത്. അപ്പം ആ സമയത്ത് അപ്പോസ്തലന്മാരിൽ യോഹന്നാൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. 12 അപ്പോസ്തലന്മാരിൽ യോഹന്നാൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. അപ്പം താൻ വലിയ ആളാണ് എന്നങ്ങ് വിളിച്ചു പറയാതെ അവിടെ താൻ സുവിശേഷം എഴുതുമ്പോൾ അതായത് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയുന്ന ആ ഒരു യോഹന്നാന്റെ താഴ്മ, അത് എത്രമാത്രം ഹൃദ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലും ആ ഒരു നമ്മളെ കുറിച്ചൊരു വലിയ ഭാവം ഇല്ലാതെ കർത്താവ് അവിടുന്ന് എന്നെ സ്നേഹിച്ച് എന്നെ വീണ്ടെടുത്തു, കർത്താവ് രക്ഷിച്ചൊരു പാപി, കർത്താവ് സ്നേഹിച്ചൊരു ശിഷ്യൻ എന്ന് അത് നമ്മളുടെ ഐഡന്റിറ്റി ആകുമ്പോൾ ഇന്ന് യുവാക്കൾക്കൊക്കെ ഭയങ്കര ഐഡന്റിറ്റി ക്രൈസിസാ. വെച്ചാൽ അവർക്ക് ഇന്ന ആളെ പോലെ ആകണം, മറ്റേ ആളെ പോലെ ആകണം, എനിക്ക് ഇന്ന ലുക്സ് വേണം, ഇന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ വേണം, ഇന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യണം, മറ്റേ നടനെ പോലെ താടി വളർത്തണം, ഇന്ന ആളിനെ പോലെ മീശ വളർത്തണം, ഇന്ന ആളിനെ പോലെ കൃതാവ്, അങ്ങനെ ഇങ്ങനെയൊക്കെ വെട്ടിയും ചുരുക്കിയും അവിടെ ഇവിടെയൊക്കെ ഓരോ കോലാഹലങ്ങൾ കാണിച്ചു വെക്കണം, അല്ലെങ്കിൽ വേറെ ഫിലിം സ്റ്റാർസിനെ പോലെ എനിക്ക് ഡ്രസ്സ് ചെയ്യണം, എനിക്ക് ആ രീതിയിലുള്ള ടൈറ്റ് ഫിറ്റിംഗ് എക്സ്പോസിങ് ക്ലോത്ത്സ്, അങ്ങനെയൊക്കെയുള്ള യുവാക്കളൊക്കെ പല ആൾക്കാരെ പോലെ ആവാനും ഒക്കെ ശ്രമിച്ച് അവസാനം യുവാക്കള് നമ്മളിപ്പം പത്രത്തിലൊക്കെ വായിക്കുന്ന പോലെ ബ്ലാക്ക് മാജിക്കും ദുർമന്ത്രവാദവും അങ്ങനെയൊക്കെ പല ഓരോ പിറ്റിലോട്ടൊക്കെ ചെന്ന് വീഴുമ്പോൾ യഥാർത്ഥത്തിൽ അവര് കർത്താവിലുള്ള ഒരു ഐഡന്റിറ്റി ഒന്നും കണ്ടെത്താൻ അവർക്ക് സാധിക്കാതെ പോയി. അതുകൊണ്ട്
യേശുവിലുള്ള ഒരു ഐഡന്റിറ്റി, കർത്താവ് സ്നേഹിച്ച ഒരു ശിഷ്യൻ എന്നുള്ള ആ ഒരു ഐഡന്റിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ, അതാണ് നമ്മുടെ ID കാർഡെങ്കിൽ, നമ്മുടെ തിരിച്ചറിയൽ കാർഡെങ്കിൽ, നമുക്ക് ഇനിയിപ്പം നമുക്ക് വേറെ എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും നമ്മളൊന്നിനും കുലുങ്ങി പോകത്തില്ല. നമ്മളെ കർത്താവിന്റെ സ്നേഹം മാറാത്തതായിട്ടുള്ളത് കൊണ്ട് നമ്മളും കുലുങ്ങാതിരിക്കും. പിന്നെ നമ്മൾ യോഹന്ന 20 അധ്യായത്തിൽ നമ്മൾ തുടർന്ന് നമ്മൾ കണ്ടു, രണ്ടുപേരും ഒരുമിച്ച് ഓടി. നാലാമത്തെ വാക്യം, ഇരുവരും ഒന്നിച്ച് ഓടി. പക്ഷെ യോഹന്നാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടിയത്. നമ്മളത് അതിന്റെ ചരിത്രപരമായിട്ട് തന്നെ പത്രോസിനെക്കാട്ടി ഇളയവനായിരുന്നു യോഹന്നാൻ എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. നമ്മള് ബൈബിളിൽ വായിക്കുന്നില്ല, എന്ന ചരിത്ര രേഖകളിൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നത്. യോഹന്നാൻ ഒരുപക്ഷെ വൺ ഓഫ് ദി യങ്ങസ്റ്റ് ഓഫ് ദി ഡിസൈപ്പിൾസ് ആയിരുന്നിരിക്കണം യോഹന്നാൻ എന്നാണ്. ഇപ്പൊ യേശു 30-ാമത്തെ വയസ്സില് തന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുമ്പം ഒരുപക്ഷെ യോഹന്നാൻ 27 വയസ്സൊക്കെ ഉണ്ടായിരുന്നിരിക്കുകയുള്ളൂ. അപ്പോ പെന്തിക്കോസ്ത് നാളിലും ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ആളായിരുന്നിരിക്കണം യോഹന്നാൻ എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ അപ്പം ചെറുപ്പം കൂടെ ആയിരുന്നോണ്ടായിരിക്കും യോഹന്നാന് കൂടുതൽ സ്പീഡിൽ ഓടാൻ പറ്റി. എന്നാൽ യോഹന്നാന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അവിടെ കല്ലറക്കലൊക്കെ വന്നു നിന്നിട്ട് യോഹന്നാൻ അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കും എന്തോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. പത്രോസ് ഇങ്ങോട്ട് വന്ന് പിടിച്ച് തള്ളി മാറ്റിക്കാണ് അങ്ങോട്ട് അകത്തോട്ട് കയറി. യോഹന്നാന് എന്താ ചെയ്യണം. അപ്പൊ ആ അകത്തോട്ട് കയറുവാൻ തക്കവണ്ണം ഒക്കെയുള്ള വിസ്താരം കല്ലറൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, അന്നത്തെ ധനികരായ യഹൂദന്മാരുടെ ആ ടൂംബ്, അവരുടെ കല്ലറ എന്ന് പറഞ്ഞാല് അതുപോലെ വലിയ വിസ്താരമുള്ള ബോഡി വെക്കാനുള്ള സ്ഥലവും, പിന്നെന്താ വിലപിക്കുന്നവർക്ക് അപ്പുറം ഇപ്പുറം ഒക്കെ ഇരുന്ന് വിലപിക്കാൻ തക്കവണ്ണമുള്ള സ്പേസ് ഒക്കെ ഇട്ടുകൊണ്ടുള്ള വലിയ കല്ലറകളൊക്കെ ആയിരുന്നു അന്ന് ധനാഢ്യരായിട്ടുള്ള ആൾക്കാരുടെ കല്ലറ എന്നൊക്കെയാണ് യഹൂദ ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോ യരമത്തെ ജോസഫിന്റെ കല്ലറ എന്ന് പറയുമ്പോൾ അതുപോലെ വലിയൊരു കല്ലറ തന്നെ കർത്താവിനായിട്ട് ദൈവം ഒരുക്കി എന്നുള്ളൊരു കാര്യം. അപ്പൊ അതിന്റെ എൻട്രൻസ് ഒക്കെ അപ്പം ഇതിനകത്തോട്ട് ഉള്ളിലോട്ട് കയറാൻ തക്കവണ്ണം അതിന്റെ ആ വാതില് ഒരു 3 അടി ഉള്ള ഒരു ഡയമീറ്റർ ഉള്ള ഒരു അന്നത്തെ കല്ലറയുടെ ഒരു വാതിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. 3 അടി എന്ന് പറയുമ്പോൾ 1 മീറ്റർ. അപ്പം 1 മീറ്ററും 3/4 മീറ്ററും അങ്ങനെയൊക്കെയുള്ള ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു കല്ലൊക്കെ ആയിരിക്കും ഈ കല്ലറയുടെ വാതിൽ എന്നൊക്കെയാണ് ചരിത്രകാരന്മാര് പറയുന്നത്. അപ്പം എന്നാൽ ഒരാൾക്ക് കുറച്ചൊന്ന് ഞെങ്ങി കുറച്ചൊന്ന് തലയൊക്കെ കുനിച്ച് കുറച്ചൊന്ന് കുനിഞ്ഞ് കയറാൻ പറ്റുന്ന എന്നാൽ കുറച്ചൊരു കമ്മിറ്റ്മെന്റ് വേണം. വെറുതെ അങ്ങ് നടന്നങ്ങ് നെഞ്ചും പിരിച്ചങ്ങ് കയറാൻ പറ്റത്തില്ല. കുറച്ചൊന്ന് കുനിഞ്ഞും കുറച്ചൊന്ന് തിരിഞ്ഞും ഒക്കെ വേണം ഈ കല്ലറയ്ക്കകത്തോട്ട് കയറാൻ. അപ്പം പത്രോസ് ആദ്യം കയറിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നീട് നമ്മൾ യോഹന്ന 20-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. അവിടെ ലിനൻ റാപ്പിംഗ്സ് ഒക്കെ ഫോൾഡഡ് ആയിട്ട് വെച്ചിരിക്കുന്നു, റോൾഡ് അപ്പ് ആയിട്ട് വെച്ചിരിക്കുന്നു. 7-ാമത്തെ വാക്യത്തില്, യോഹന്ന 20-ന്റെ 7-ാമത്തെ വാക്യത്തിൽ അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പൊ ആ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു എന്ന് വായിക്കുമ്പോൾ അത് ഇങ്ങനെ കർത്താവ് പുനരുദ്ധാനം ചെയ്തിട്ട് അതെല്ലാം ചുരുട്ടി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു അർത്ഥത്തിൽ നമ്മൾ അത് എടുക്കാം. എന്നാൽ ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നതെന്ന് പറഞ്ഞാല് ഈ സുഗന്ധദ്രവ്യങ്ങളെല്ലാം ഈ ശീലകളില് ഇങ്ങനെ പൊതിഞ്ഞ് അതൊരു കുക്കൂൺ മാതിരി അങ്ങ് ആവും, ഒരു ഹാർഡൻഡ് ആയിട്ട് അങ്ങ് ആവും. അപ്പോ ഒരു മനുഷ്യൻ ഇത് എന്തിനാ പറഞ്ഞ ഒരു വെട്ടിക്കീറിയോ അല്ലെങ്കിൽ ഇനിയിപ്പം വല്ല കല്ലറയിൽ നിന്ന് മൃതദേഹങ്ങള് കട്ടുകൊണ്ടുപോകുന്ന കള്ളന്മാരോ അങ്ങനെ എന്തെങ്കിലും ഒരു മാനുഷികമായ ഒരു കൈ അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ റാപ്പിംഗ്സ് ഒക്കെ അതേ ഷേപ്പിൽ അതേപോലെ ഇങ്ങനെ ടോൾഡപ്പ് ആയിട്ട് ഇരിക്കത്തില്ല. മറിച്ച് ഇത് ഈ ശരീരം അങ്ങ് ആവിയായി പോയതുപോലെയുള്ള ഒരു അവസ്ഥയിൽ ആ റാപ്പിംഗ്സ് എല്ലാം അതുപോലെ ആയിരുന്നു എന്നുള്ളത് കർത്താവിന്റെ ആ ഒരു പുനരുദ്ധാനത്തിലെ ആ ഒരു ദൈവികമായ ഇടപെടൽ, ഒരു മാനുഷികമായിട്ടൊരു കൈകടത്തൽ ഉണ്ടായിരുന്നെങ്കിൽ അത് എക്സാക്ട്ലി അതേ ഷേപ്പിൽ തന്നെ അങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു എന്നുള്ള നിരീക്ഷിക്കുന്ന ബൈബിൾ പണ്ഡിതന്മാരൊക്കെ ഉണ്ടെന്ന നമ്മള് അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, വേറെ ഈ കർത്താവിനെ മൂടിയിരിക്കുന്ന ഒരു തുണി പിന്നീട് ചരിത്രത്തിൽ അത് ആ ശീല ഷൗഡ് ഓഫ് ടൂറിൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. നമ്മൾ ഷൗഡ് ഓഫ് ടൂറിൻ ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. കർത്താവിന്റെ നമ്മൾ നോക്കുമ്പോൾ പല കർത്താവിന്റെ ഫോട്ടോസ് ഒക്കെ എന്തിന്റെ ബേസിസിലാണ് വരച്ചിരിക്കുന്നത് വെച്ചാൽ അന്നൊന്നും ഫോട്ടോഗ്രാഫ് ഇല്ലായിരുന്നു. അപ്പം കർത്താവിനെ
കർത്താവിന്റെ മുഖം ഒക്കെ മൂടിയിരുന്ന, കർത്താവിന്റെ ശരീരം പൊതിഞ്ഞിരുന്നു എന്ന് കരുതപ്പെടുന്ന രക്തക്കറയുള്ള ഒരു തുണി ചരിത്രകാരന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇന്നും യെരുസലേമിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിന്റെ ചരിത്ര പഠനങ്ങളൊക്കെ അത് അത്രയും പഴക്കങ്ങൾ തന്നെ ഉണ്ടായാണോ, അതോ ആൾക്കാർ പിന്നീട് ഒരു തുണിയെടുത്ത് എന്തെങ്കിലുമൊക്കെ രക്തക്കറയൊക്കെ പുറത്തിട്ട് ഇത് കർത്താവിന്റെ ആണെന്ന് പറഞ്ഞാണോ എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള പല പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ആ ഷ്രൗഡ് ഓഫ് ടൂറിൻ, TURIN എന്നാ അത് അറിയപ്പെടുന്നത്. ഷ്രൗഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ശീലയ്ക്ക് പറയുന്നത്. അപ്പം എന്നാ അതിന്റെ ചില ഗവേഷണങ്ങളിൽ അതിന്റെ ഒരു ഷ്രൗഡ് ഓഫ് ടൂറിൻ റിസർച്ച് പ്രോജക്ട് ഒക്ടോബർ 1978 അത് അവര് തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ ഇതൊരു ഫോർജറി അല്ല, ഇതൊരു പെയിന്റിങ്ങോ അല്ലെങ്കിൽ ഇതൊരു ആൾക്കാര് മാനസികമായിട്ട് ചെയ്ത ഒരു കാര്യമല്ല, മറിച്ച് ഇതിന്റെ ഇന്ന് വായിക്കുമ്പോ അവരുടെ ആ ഒരു ഇത് 1-ാം നൂറ്റാണ്ടിനോട് അടുപ്പിച്ച് തന്നെ ഉണ്ടായിരുന്ന ഒരു കാലപ്പഴക്കമുള്ള ഒരു തുണിയായിട്ടും ഒരുപക്ഷെ ഇത് യഥാർത്ഥത്തിൽ കർത്താവിനെ പൊതിഞ്ഞ ഒരു തുണി തന്നെ ആയിരിക്കാം എന്ന് ചരിത്രകാരന്മാർക്ക് എന്ന ഒരു കൺക്ലൂഷനായിട്ട് അങ്ങ് 100% പറയാനൊക്കത്തില്ല. എന്നാൽ അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ്. അപ്പം അതിനകത്ത് അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ആ തുണിയുടെ ഒരു ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ വെച്ച് പറയുമ്പോൾ അത് ഒരു ക്രൂശിക്കപ്പെട്ട ഒരു പുരുഷനെ മൂടിയിരുന്ന ഒരു തുണിയായിട്ട് പറയാനൊക്കെ. അപ്പൊ അങ്ങനെ അതിന്റെ ഹൈറ്റ് വെച്ച് പറയുമ്പോൾ 5 അടി 11 ഇഞ്ച്, അതായത് ഏകദേശം 6 അടി നീളം, 5 അടി 11 ഇഞ്ച് ഹൈറ്റ് ഉള്ള ഒരു പുരുഷന്റെ, അതും 175 പൗണ്ട് വെയിറ്റ് എന്ന് പറയുമ്പം 175 × 0.45 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 78 കിലോ 79 കിലോ ഭാരമുള്ള ഒരു പുരുഷന്റെ, അങ്ങനെയൊക്കെ ആയിട്ടും ഒരു വെൽ ബിൽറ്റ് ആയിട്ടുള്ള മസ്കുലർ ആയിട്ടുള്ള ഒരു 30 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള അങ്ങനെയൊക്കെയുള്ള നീണ്ട മുടി പുറകിൽ കെട്ടിവെച്ചിരിക്കുന്നതായിട്ടും. അപ്പൊ ആ തുണിയുടെ അതിനകത്ത് വന്നിരിക്കുന്ന ഇംപ്രിന്റ്സ് വെച്ച് ആണ് ഇവാഞ്ചലിക്കൽ ഡിക്ഷണറി ഓഫ് തിയോളജിയിലും ഇങ്ങനെയൊക്കെയുള്ള റിസർച്ചിലും ഒക്കെ ഇന്റർനെറ്റിലും ഒക്കെ ഇത് കർത്താവിനെ മൂടിയിരുന്ന തുണി തന്നെ ആയിക്കൂടുന്നില്ല എന്ന്, അങ്ങനെ അല്ലാതിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ഒക്കത്തില്ല. നമ്മൾ ക്രിട്ടിക്കലായിട്ട് ചിന്തിച്ച ഇവിടെ ആണെങ്കിലും കർത്താവിന്റെ ശരീരം മൂടിയിരുന്ന തുണിയായിട്ടും മുഖം മൂടിയിരുന്ന ഒരു റൂമാലായിട്ട് രണ്ടതായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഷ്രൗഡ് ഓഫ് ടൂറിന് ഒറ്റ തുണിയായിട്ട്. അപ്പം ഇതിന്റെ എല്ലാം മൂടിയിരുന്ന വേറൊരു ഒറ്റ തുണിയായിട്ട് ഷ്രൗഡ് ഓഫ് ടൂറിനായിരുന്നിരിക്കാം എന്നുള്ളൊരു കാര്യം അതിന് പ്രതിവാദമായിട്ട് പറയാനുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഞാൻ അതിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ അങ്ങ് പറഞ്ഞു പോകുന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ ആ ഫസ്റ്റ് ഹാൻഡ് എവിഡൻസസും കാര്യങ്ങളും ഒക്കെ ഏതൊരു ലോയേഴ്സ്, വക്കീലന്മാരൊക്കെ എഴുതിയിട്ടുള്ള ഒത്തിരി ലോയേഴ്സ് എഴുതിയിട്ടുള്ള കർത്താവിന്റെ റിസറക്ഷനെ കുറിച്ചൊക്കെ ഉള്ള പല നല്ല ബുക്കുകൾ എഴുതിയിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. അതിനകത്ത് എഡ്വേർഡ് ക്ലാർക്ക് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ ഇതിന്റെയൊക്കെ വലിയൊരു സ്റ്റഡി ആയിട്ടൊക്കെ പറഞ്ഞിട്ട് ഏതൊരു ഹൈക്കോടതിയിലും കൊണ്ടുചെല്ലാൻ പറ്റുന്ന തരത്തിലുള്ള കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ കർത്താവിന്റെ ആ റിസറക്ഷൻ വിറ്റ്നസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള എവിഡൻസ് ആയിട്ട് പല നിയമങ്ങളൊക്കെ ന്യായ സംഹിതകളൊക്കെ പഠിച്ചിട്ടുള്ള പല പ്രഗത്ഭന്മാരും ഒക്കെ അതിനെ പോസിറ്റീവായിട്ട് കമന്റ് ചെയ്തിട്ടുള്ളതായിട്ടൊക്കെ നമ്മൾ അതൊക്കെ ചരിത്രത്തിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിനൻ ക്ലോത്ത്സ്, ആ ശീലകൾ അവിടെ ഉണ്ടായിരുന്നു. ശരീരം മാത്രമായിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോകേണ്ട ആള് ശീലകളും കൂടെ മോഷ്ടിച്ചുകൊണ്ട് പോകേണ്ടത്. അപ്പൊ ശീലകൾ അവിടെ റിമൈനിങ് ആയിട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് ഇതിന്റെ ആ ഒരു ചരിത്രപരമായ വിശ്വാസ്യതയൊക്കെ ഉറപ്പിക്കാൻ വേണ്ടി യോഹന്നാൻ അത് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. ബാക്കിയുള്ള സുവിശേഷങ്ങളെക്കാട്ടിലും കൂടുതൽ ഡീറ്റെയിൽസ് യോഹന്നാൻ അവിടെ അതിന്റെ ഐ വിറ്റ്നസ് ആയിട്ടുള്ള ദൃക്സാക്ഷിയായിട്ടുള്ള യോഹന്നാൻ എടുത്ത് പറയുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 20-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ആദ്യം കല്ലറക്കിൽ എത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ കർത്താവ് പുനരുദ്ധാനം ചെയ്തു എന്നുള്ള അത്രയും അതിന്റെ ആഴത്തിലുള്ള അർത്ഥമൊന്നും ആർക്കും അറിയത്തില്ല. എന്നാൽ എന്തോ യുണീക്ക് ആയിട്ടുള്ളൊരു കാര്യം നടന്നു എന്നുള്ളൊരു കാര്യം വിശ്വാസമായി. എന്നാ 9-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അവൻ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. ആ കാര്യങ്ങളെ കുറിച്ച് അതിന്റെ ആ തിരുവെഴുത്ത് അവർക്ക് ആ കാര്യങ്ങളൊന്നും അവർക്ക് അത്ര കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു, അതിന്റെ മീനിങ്. അപ്പൊ ഈ പുനരുദ്ധാനത്തിന്റെ ഒരു ആത്മീയ അർത്ഥം, കർത്താവ് നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഇനിയിപ്പോ ഉയർത്തെഴുന്നേറ്റല്ല എന്താ ഇല്ലെന്താ എന്നുള്ളൊരു ചിന്ത. ഇംഗ്ലീഷിൽ ഇങ്ങനെ വിത്ത് പവർ വാസ് ഡിക്ലെയർഡ് ദ സൺ ഓഫ് ഗോഡ് വിത്ത് പവർ ബൈ ദ റിസറക്ഷൻ ഫ്രം ദ ഡെഡ്. 5-ാമത്തെ വാക്യത്തില് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ
വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പൊ കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ദൈവപുത്രനായിട്ട് ശക്തിയോട് നിർണയിക്കപ്പെടുന്നതിന്റെ വലിയൊരു തെളിവായിട്ട് പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ ഇവിടെ റോമർ 1-ാം 4-ാമത്തെ വാക്യം. അപ്പൊ കർത്താവിന്റെ പുനരുത്ഥാനം ഇതൊരു ചില്ലറ കാര്യമല്ല. അത് അതിന്റെ വേറൊരു എക്സാമ്പിൾ ആയിട്ട് ആരോ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ പാപയാഗത്തിന്റെ പേയ്മെന്റ് ആയി ആരോ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പാപക്കടത്തിന്റെ ഒരു കടം നമ്മൾ വീട്ടുകയാണ്. കടം ചെന്ന് നമ്മൾ 10,000 രൂപ ഒരിടത്ത് അടയ്ക്കാനുണ്ടായിരുന്നു, ബാങ്ക് ലോൺ അടയ്ക്കാനുണ്ടായിരുന്നു. ബാങ്ക് ലോണിൽ ചെന്ന് നമ്മൾ 10,000 രൂപ അടച്ചു എന്നുള്ളത് കർത്താവിന്റെ ക്രൂശിലെ മരണമാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ബാങ്കുകാർ ഒരു റെസീറ്റ് തരും. ഇത്രയും ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ലോണെല്ലാം അടവായി, ഇനിയിപ്പം കടമൊന്നുമില്ല എന്ന് അവിടെ ഒരു റെസീറ്റ് എഴുതി തരുന്നത് പോലാണ് കർത്താവിന്റെ പുനരുത്ഥാനം. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, പാപത്തിന്റെ ശിക്ഷ നിത്യം നരകയാതന എല്ലാം സഹിച്ച് മരിച്ചു. എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റതായിട്ട് പിന്നെ പ്രത്യക്ഷപ്പെട്ടൊന്നും ഇല്ലാന്നെങ്കിൽ ഇനിയിപ്പോ ഇതെല്ലാം ദൈവപിതാവ് ആ പാപയാഗ ഇത് പരിപൂർണമായിട്ടുള്ള ഒരു പാപയാഗമായിട്ട് അംഗീകരിച്ചു എന്നുള്ളത് സ്വർഗത്തിന്റെ തെളിവ് എന്താ, സ്വർഗത്തിന്റെ സീൽ എന്താന്ന് ചോദിച്ചാൽ അത് കർത്താവ് മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അതാ നമ്മളിവിടെ റോമർ 1-4 നമ്മളിങ്ങനെ വായിച്ച്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും, അതായത് ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയായിട്ടാണ് മറിയുമൊക്കെ, മറിയമായാലും യോസെഫായാലും എല്ലാം ദാവീദിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ലൂക്കോസ് 3-ാം മത്തായി 1-ാം ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 3-ാം മറിയത്തിന്റെ ആ ഒരു വംശാവലി വായിക്കുന്നുണ്ട്. മത്തായി 1-ാം യോസെഫിന്റെ വംശാവലി വായിക്കുന്നുണ്ട്. രണ്ടിടത്തും ദാവീദിന്റെ സന്തതി പരമ്പരയിൽ നിന്ന്. അതുകൊണ്ട് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവല്ലോ എന്നുള്ളൊരു കാര്യം. പിന്നീട് കർത്താവ് പുനരുദ്ധാനം ചെയ്തു എന്നുള്ളത് കൊണ്ട് ആണ് നമ്മളുടെയും പുനരുദ്ധാനത്തെ കുറിച്ച് നമുക്കൊരു ഉറപ്പുള്ളത്. എന്താ, നമ്മളതാ 1 തെസ്സലോനിയർ 4-ാം നമ്മള് സാധാരണ ശവസംസ്കാര ശുശ്രൂഷകളിലൊക്കെ നമ്മൾ വായിക്കാറുള്ള ആ ഒരു വചനഭാഗമാണല്ലോ 1 തെസ്സലോനിയർ 4-ാം 14-ാമത്തെ വാക്യം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോട് കൂടി വരുത്തും. അപ്പം യേശു കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ ഇപ്പൊ നമ്മളുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള പലരും മരണം അടഞ്ഞ് അവരെ ഉയർത്തെഴുന്നേൽക്കുമോ എന്നുള്ളതിന്റെ എന്താ ഒരു തെളിവ് എന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത് എത്രമാത്രം ചരിത്രപരമായ ഒരു വസ്തുതയാണോ അതുപോലെ യാഥാർത്ഥ്യമായിരിക്കും ക്രിസ്തുവിന് നിദ്ര പ്രാപിച്ചു വരും, ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളൊരു കാര്യം. അപ്പൊ അത് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പോലെ തന്നെ വളരെ അത് വളരെ നിശ്ചയമായിട്ടുള്ള ഒരു സർട്ടൻ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മളവിടെ 1 തെസ്സലോനിയർ 4-ാം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം അത് മാത്രമല്ല, നമ്മളുടെ ശരീരം മനുഷ്യന്റെ ശരീരം പാപം ആണെന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ഗ്നോസ്റ്റിക് ദുരുപദേശകരൊക്കെ അന്ന് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ശരീരം ആണ് പിന്നീട് പുനരുദ്ധാന ശരീരമായിട്ട് മാറുന്നത്. ഇപ്പൊ കർത്താവിന്റെ ശരീരം അവിടെ കിടക്കുകയും പിന്നെ കർത്താവ് വേറൊരു പുനരുദ്ധാന ശരീരത്തിൽ വരുവല്ലേ ചെയ്യുന്നത്. ആ ശരീരം തന്നെയാണ് രൂപാന്തരപ്പെട്ട് പുനരുദ്ധാന ശരീരമായത് എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഈ മൺമയമായ ശരീരം തന്നെയാണ് ഒരു വിൺമയമായ ശരീരമായി തീരുന്നതെന്ന് നമ്മൾ ഫിലിപ്പിയർ 3-ാം 20-21 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. താഴ്ചയുള്ള ഈ ശരീരത്തെ ദൈവം ഉയർച്ചയുള്ള ശരീരം, ഞാൻ ആ വാക്യം ഒന്ന് എടുത്ത് വായിച്ചോട്ടെ. ഫിലിപ്പിയർ 3-ാം അവസാനത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? നമ്മൾ ആ പാട്ടി പാടുന്നത് വിൺമയമാകും ശരീരം, എങ്ങനെ സ്വർഗീയ ശില്പിയെ കാണുന്നൊക്കെ നമ്മൾ പാടുമ്പോൾ അതിന്റെ 21-ാമത്തെ വാക്യം, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് സ്വയം കുറെ അടിക്കോ മുള്ളാണിയിലൊക്കെ കിടന്നാലൊക്കെ എന്തോ അങ്ങ് മോക്ഷം വരും എന്നൊക്കെ വിചാരിക്കുന്നതൊക്കെ ദൈവജനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമായിട്ട് ദൈവം നമുക്കിത് തന്നിരിക്കുന്നത്. ഈ ശരീരമാണ് രൂപാന്തരപ്പെട്ട് പുനരുദ്ധാന ശരീരമായി തീരുന്നേ. കർത്താവിന്റെ പുനരുദ്ധാന ശരീരത്തിന് അടച്ചിട്ട് മുറിയിലും പോകാൻ ഒക്കുമായിരുന്നു, നൊടിയിടയിൽ തന്നെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ഒക്കുമായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള പുനരുദ്ധാന ശരീരത്തിന്റെ സവിശേഷതകളൊക്കെ നമ്മൾ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതുപോലുള്ള ഒരു ശരീരം ലഭിക്കും. നമ്മളുടെ ശരീരത്തെ നമ്മൾ ഏറ്റവും പരിപാവനമായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുള്ളതാ. അല്ലാതെ അത് നമ്മളുടെ ഒരു വിംസ് ആൻഡ് ഫാൻസിക്ക് വേണ്ടി ചില ശരീരത്തിൽ ടാറ്റു ചെയ്ത് വെക്കും, ബാക്കി എന്തെങ്കിലുമൊക്കെ പല കോലാഹലങ്ങളും കാര്യങ്ങളും നമ്മുടെ അറിവില്ലായ്മയുടെ നാളിൽ എന്തെങ്കിലും ചെയ്തു പോയെങ്കിൽ സാരമില്ല, ദൈവം നമ്മളോട് അത് ക്ഷമിക്കും. പക്ഷെ നമ്മളുടെ ശരീരം അത് പുനരുദ്ധാനത്തിന് വേണ്ടി പുനരുദ്ധാന ശരീരമായിട്ട് മാറേണ്ടതായിട്ടുള്ള ശരീരം. പക്ഷെ ആ ശരീരം ഇപ്പൊ മൺമറഞ്ഞു പോയാലും അഗ്നിക്കരയായെന്ന് പറഞ്ഞാലും വേറെ ഏതൊക്കെ രീതിയിലായാലും ദൈവം അതിന്റെ ആ കോമ്പൗണ്ട്സിൽ നിന്ന് ആ എലമെന്റ്സും കോമ്പൗണ്ട്സും എല്ലാം കൊണ്ട് ഇപ്പം ഗ്രഹാം സ്റ്റെയിൻസിന്റെ ശരീരമൊക്കെ അഗ്നിക്കരയായി പോയി. എന്നാൽ
അതുപോലെയൊക്കെ എത്രയോ രക്തസാക്ഷികളുടെയൊക്കെ അതുപോലെ അഗ്നിക്കിരയായി പോയിട്ടുള്ള ശരീരങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഏത് രീതിയിൽ അത് മറയപ്പെട്ടാലും കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ നാളില് അതിന്റെ ആ കോമ്പൗണ്ട്സ് എലമെന്റ്സ് എല്ലാം കൂടെ കർത്താവ് നമ്മളെ വെട്ടിയെടുത്ത പാറയിലേക്ക് നോക്കാനും നമ്മള് നിസ്സഹായരായിട്ട് ചോരയിൽ കുളിച്ചു കിട്ടുന്ന സമയത്ത്, പാപത്തിൽ കുളിച്ചു കിട്ടുന്ന സമയത്ത് നമ്മളോട് ജീവിക്കുക എന്നും സമൃദ്ധമായി ജീവിക്കുക എന്നും കൽപ്പിച്ച ആ കർത്താവിന്റെ സ്നേഹത്തെ മറക്കാതെ കൂടുതൽ ഇളച്ചു കിട്ടിയവൻ കൂടുതൽ സ്നേഹിക്കും. നമ്മൾ എത്രമാത്രം പരിശുദ്ധാത്മാവ് നമ്മൾ എത്രമാത്രം ക്രിയ ചെയ്തിട്ടുണ്ടോ അത്രയധികം പാപത്തെക്കുറിച്ചുള്ള ഒരു സ്പർശതയും ബോധ്യവും നമുക്ക് കാണാം. അത്രയധികം ആ പരിശുദ്ധാത്മാവിന് കർത്താവിനുള്ള സ്നേഹത്താൽ നമ്മളെ നിറയ്ക്കാൻ സാധിക്കും. ഞാൻ ചെറിയൊരു പാപിയൊക്കെ ആയിരുന്നു, വലിയ മോശമൊന്നും അല്ലായിരുന്നു, കർത്താവിനോട് അങ്ങ് ക്ഷമിച്ചു, ഞാനിപ്പം കർത്താവിനെ പിന്തുടരുന്നു എന്ന് പറയുന്നത് എന്റെ അർത്ഥം നമുക്ക് യഥാർത്ഥത്തിൽ ക്രിസ്ത്യ ജീവിതത്തിന് ആദ്യ പാഠത്തിൽ തന്നെ നമ്മുടെ ശൈശവ ദശയിൽ തന്നെ ഇരിക്കുക. നമ്മൾ എത്രമാത്രം വലിയൊരു പാപിയായിരുന്നു, ഞാൻ പാപികളിൽ പ്രധാനിയായിരുന്നു എന്നാണ് ഏതൊരു ദൈവ പൈതലും യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥത്തിലൊരു പ്രവൃത്തി നമ്മുടെ ഹൃദയത്തിൽ നടക്കുമ്പോൾ നമുക്ക് വേറെ ആരോടും വിരളി ഉണ്ടാകില്ല. ഞാനായിരുന്നു പാപിയുടെ പ്രധാനി. മഗ്ദലക്കാരത്തി മറിയത്തോട് ചോദിച്ചാൽ ഞാനാണ് പാപിയിലെ ഏറ്റവും വലിയ പാപി, കർത്താവ് എന്നോട് ഏറ്റവും അധികം ക്ഷമിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഉള്ള വായില് വിളിച്ചു പറയുമായിരുന്നു. എന്നാൽ അതുപോലെ ആയിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും സ്നേഹം. ബാക്കി ദൂതന്മാരെ കണ്ട് തിരിച്ചു പോകുന്നൊരു സ്നേഹമായിരിക്കരുത്, മറിച്ച് കർത്താവിനെ കാണുന്നിടം വരെയും ഈ കർത്താവിനെ കേൾക്കുന്നിടം വരെയും. കർത്താവിനെ അവള് കണ്ടെങ്കിലും അവൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കർത്താവിനെ കേട്ടു, മരിയേ എന്ന് വിളിച്ചു. അപ്പോഴത്തേക്കും നമ്മൾ ആ യോഹന്നാൻ 10:3 വാക്യത്തിലെ ഇടയൻ പേര് ചൊല്ലി, അതും കൂടെ അങ്ങ് വായിച്ചങ്ങ് നിർത്തട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ 10:4 വായിച്ചെന്ന് 10:3 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 10:3 അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. സോ പേര് ചൊല്ലി വിളിച്ച് മരിയെന്ന് വിളിച്ചപ്പോഴത്തേക്കും, മരിയം എന്നുള്ളത് എബ്രായ ഭാഷയിലും മരിയ എന്നുള്ളത് ഗ്രീക്ക് ഭാഷയിലുള്ള പദമാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളെ ദൈവം ദാനമായിട്ട് തന്നപ്പോൾ ഈ പുതിയ നിയമത്തിലേക്കും വെച്ച് ഏറ്റവും ഭക്തരുടെ പേര് ഏതാന്ന് വെക്കും മരിയയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ 3 പേരുടെയും സെക്കൻഡ് നെയിം മരിയ. യേശുവിന്റെ അമ്മയായിട്ടുള്ള മരിയ, മഗ്ദലക്കാരിയായിട്ടുള്ള മരിയ, ബദനിക്കാരിയായിട്ടുള്ള മരിയ. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് 3 പേർക്ക് ആ മരിയ എന്നുള്ള പേരിടാൻ, ആ മറിയെ എന്ന് കർത്താവ് വിളിക്കുമ്പോൾ ഉള്ള അവളുടെ ബാക്കി കർത്താവിനെ അവൾ കണ്ടിട്ട് പോലും അവൾക്ക് കാര്യം കർത്താവിനെ മനസ്സിലാവുന്നില്ല. എന്ന് മരിയ എന്നുള്ള ആ ഒരു സ്നേഹം നിറഞ്ഞ, ബാക്കി ആരും വിളിക്കാതെ വണ്ണമുള്ള ഒരു വാത്സല്യം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഒരു വിളി, അത് അവൾക്ക് ഇത് യേശുവിന് മാത്രം ഇത്ര സ്പർശതയോടെ, ഇത്ര സ്നേഹത്തോടെ, ഇത്ര ആർദ്രതയോടെ എന്നെ വിളിക്കാൻ സാധിക്കത്തുള്ളൂ, ഇതെന്റെ കർത്താവ് തന്നെയെന്ന് അവളെ തിരിച്ചറിഞ്ഞു. അപ്പോ കർത്താവിന്റെ ശബ്ദം ഇന്നും കേൾക്കുവാനും, കർത്താവ് നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്ന ആ കർത്താവിന്റെ സ്നേഹത്തെ അറിയുവാനും, ആ മറിയത്തെ പോലെയുള്ള ആദ്യസ്നേഹത്തിലേക്ക് വരുവാനും ഒക്കെ കർത്താവ് നമ്മളെയും അധികമായിട്ട് സഹായിക്കട്ടെ. നമ്മളുടെ ആഴങ്ങളിലേക്ക് നോക്കുന്ന കർത്താവിന്റെ സ്നേഹമുള്ള കണ്ണുകളെ നമുക്ക് കാണാം. ആഴത്തിൽ നമ്മെ സ്നേഹിച്ച കർത്താവ് തന്നെ ജീവനുള്ള യാഗമായി, തന്നെ ഒരു പാപയാഗമായിട്ട് നമുക്കായിട്ട് ഏൽപ്പിച്ചെന്ന കർത്താവ് അവസാനത്തിൽ തൂച്ചൊരിഞ്ഞ് എന്നെ വീണ്ടെടുക്കാനായിട്ട് നരകാഗ്നിയിൽ സഹിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ആ കർത്താവ് തന്നെ വെളിപ്പെടുത്താനായിട്ട് കർത്താവ് ഏറ്റവും തന്റെ ശിഷ്യന്മാരോട് തന്നെ വെളിപ്പെടുത്താനായിട്ട് കർത്താവ് ഏറ്റവും വെമ്പി നിൽക്കുമ്പോൾ കർത്താവിനെ തിരിച്ചപ്പെടുവാനായിട്ട് കർത്താവ് ആദ്യം തിരഞ്ഞെടുത്ത ഏറ്റവും അധികം സ്നേഹിച്ച ആ ഒരു സൗന്ദര്യത്തെ കുറിച്ച് നമ്മൾ കണ്ടതുപോലെ ആ മഗ്ദലക്കാരത്തി മറിയ അതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ പ്രാണനോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മ എത്രയധികം ആഴത്തില് പാപത്തിലായിരുന്നു, നമ്മളുടെ ജനന വസ്തുത എത്ര ദയനീയമായിരുന്നു. ഒരു കണ്ണിന് ദയ തോന്നാതെ നമ്മുടെ പാപത്തിലായിരുന്ന സമയത്ത്, മൃതാവസ്ഥയിലായിരുന്ന സമയത്ത് ജീവിക്കുക എന്ന് കർത്താവിന്റെ സ്നേഹം ആരും സഹായമായില്ലാതെ പാരം മലഞ്ഞിടുന്ന വേളയിൽ അരുമയോടെ നമ്മുടെ അരികിലേക്ക് ആത്മനാഥനായ കർത്താവ് നമുക്ക് വീടുന്നതെല്ലാം തന്ന് എത്രത്തോളം നമ്മളെ വഴി നടത്തിയ കർത്താവ്, നമ്മൾ വീട്ടുകരുത്തിയ ഖനികർക്കും ആ ഒരവസ്ഥ, നമ്മുടെ പൂർവ്വകാല പാപങ്ങളുടെ ശുദ്ധീകരണം കർത്താവ് നമ്മളെ എത്രയധികം ക്ഷമിച്ചിരിക്കുന്നു. എത്ര അത്ഭുതമായ
ലഭിച്ചിട്ടും നമ്മൾ എത്ര വീണ് പോയിട്ടും നമ്മളെ വീണ്ടും ചേർക്കുന്ന അവിടുത്തെ ആ സ്നേഹത്തിന് മുമ്പാകെ നമുക്ക് ഒരു പൂജ്യമായിട്ട് നമ്മെ തന്നെ താഴ്ത്താം. കർത്താവെ, അവിടുത്തെ രക്തധരനെ കഴുകണമേ. വേണ്ടുന്നവണ്ണം അവിടുത്തെ സ്നേഹിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ കർത്താവെ. കർത്താവെ, അവിടത്തേക്ക് കർത്താവെ വേണ്ടുന്നവണ്ണം കർത്താവെ സ്നേഹിപ്പാൻ, അങ്ങേ അനുസരിപ്പാൻ, കർത്താവെ മറ്റുള്ളവരെ അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാൻ കർത്താവെ കഴിഞ്ഞിട്ടുള്ള നിലവിളിയോട് നമുക്ക് അതിനെ താണ്ടി സ്നേഹം നിറഞ്ഞ പിതാവെ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങൾ ഒരു നിറയ്ക്കണം. ആ പുനരുദ്ധാനത്തിന്റെ കർത്താവെ നിറവിൽ അങ്ങയെ കാണുവാന്, ആ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവെ ആ സ്വർഗത്തിലെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ആ യേശുവിനെ തന്നെ കാണുവാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെ കണ്ണുകളെ തുറക്കണം. കർത്താവെ, ആ മഗ്ദലയുടെ കാര്യത്തിൽ പറയുന്നത് പോലെ കർത്താവെ തന്റെ ജീവിതത്തിലെ ഇരുട്ടുള്ള സമയത്തെല്ലാം കർത്താവെ അങ്ങയിലേക്ക് ഓടി അണയുവാൻ, കർത്താവെ ഞങ്ങളുടെ ജീവിതത്തില് കർത്താവെ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ജഡത്തില് ഇരുട്ട് മാത്രമേ ഉള്ളൂ, എപ്പോഴും അങ്ങയിലേക്ക് തന്നെ ഓടി അണയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഒരു ആവശ്യബോധത്തോടെ സഹായതയോടെ കർത്താവെ അങ്ങയ്ക്കായിട്ട് കാത്തിരിക്കുവാൻ, നീ എന്തിനെ തിരയുന്നു, നീ ആരെ തിരയുന്നു എന്നുള്ള ആ ചോദ്യത്തിന് ഞാൻ എന്റെ യേശുവിനെ തിരയുന്നു. എനിക്ക് ഈ ഭൗതിക വസ്തുക്കളോ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളോ വേറെ ആത്മീയ ലോകത്തുള്ള വലിയ ശുശ്രൂഷയോ വലിയ വലിയ പദവികളോ പ്രതാപമോ ഒന്നും അല്ല കർത്താവേ. എനിക്ക് അങ്ങേ മാത്രം മതി. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ അങ്ങല്ലാതെ ഞാൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുവാൻ ഞങ്ങളുടെ ഒരു സഹായിക്കണേ. ഇവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ മാത്രം ആഗ്രഹിക്കാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. കർത്താവേ, ഒന്ന് ഞാൻ തേടുന്നു, അത് തന്നെ ഞാൻ ചോദിക്കുന്നു. അവിടുത്തെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും അവിടുത്തെ കൃപകളെ വർണ്ണിപ്പാനുമായിട്ട് അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കുന്ന ഒരവസ്ഥ അത് കർത്താവേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആദ്യ സ്നേഹത്താൽ ഞങ്ങൾ ഓരോരുത്തർ നിറയ്ക്കണം കർത്താവേ. ഏകാഗ്രവും കർത്താവേ നിർമ്മല ഏകാഗ്രമായ ഭക്തിയിനാല് അവിടുത്തെ പരിശുദ്ധാത്മ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ നിറച്ചുകൊണ്ടേയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഇന്ന് കേട്ട വചനങ്ങൾ നിത്യതയോടെ ഞങ്ങൾക്ക് അത് പ്രയോജനപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ ആ പുനരുദ്ധാനത്തിന്റെ മാറ്റമില്ലാത്ത സത്യത്തെ പ്രഘോഷിക്കുവാനും പുനരുദ്ധാനത്തിന്റെ സാക്ഷികളാകുവാൻ ഞങ്ങൾ ഓരോരുത്തരെ ഞങ്ങൾ സഹായിച്ചാണ്ട് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ആ പുനരുദ്ധാനം ചെയ്ത കർത്താവെ കണ്ടവരുന്ന വണ്ണം കർത്താവെ അങ്ങനെ സാക്ഷിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിച്ചാട്ടെ. അതിലോട്ട് പുനരുദ്ധാനത്തെ മുഖത്തപ്പെടുത്തിയാട്ടെ. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ നിറച്ച് വഴി നടത്തിയാട്ടെ.